അല്ലാഹുവിലേക്ക് നോക്കുന്ന കണ്ണുകളുണ്ട്, അല്ലാഹുവിലേക്ക് നോക്കുന്ന ജനങ്ങളുണ്ട്. അല്ലാഹുവിലേക്ക് നോക്കുന്ന ഒരു ദിവസമുണ്ട്. അത് ഖുർആൻ പഠിപ്പിച്ചതിന്റെ പുറമെ ഹദീസിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ പഠിപ്പിച്ചു, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദ്രി. 14-ാം രാവിന്റെ ചന്ദ്രനെ കാണുന്നത് പോലെ ഒരു തിരക്കുമില്ലാതെ ഒരു വിഷമവുമില്ലാതെ സൗകര്യപൂർവം നിങ്ങൾക്ക് നിങ്ങളെ റബ്ബിനെ കാണാൻ അവസരമുണ്ടാകും. അത് സ്വർഗത്തിൽ കടന്നതിന് ശേഷമാണ്. ആ റബ്ബിനെ കാണാനാണ്, അല്ലാഹുവിനെ കാണാനാണ് സൽക്കർമ്മം ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ ജയേഷ് എന്നോട് ചോദിച്ചു, അപ്പൊ ദൈവത്തെ കാണാൻ കഴിയുമോ? ഞാൻ പറഞ്ഞു, കാണാൻ കഴിയും. വീണ്ടും അദ്ദേഹം ചോദിച്ചു, അപ്പോൾ എല്ലാ മൃഗങ്ങളെയും എല്ലാ ജീവികളെയും സൃഷ്ടിച്ചത് ദൈവമല്ലേ? അതെ. ആ ദൈവത്തെ മൃഗങ്ങൾ കാണുമോ? കാരണം എല്ലാരെയും ദൈവമല്ലേ, എല്ലാരെയും സൃഷ്ടാവല്ലേ, അപ്പൊ മൃഗങ്ങൾക്കും ദൈവത്തിനെ കാണണ്ടേ എന്ന് ചോദിച്ചു. നല്ല ചോദ്യമാണ്. കാരണം മൃഗങ്ങളോട് നോമ്പ് വെക്കാൻ പറഞ്ഞില്ല, മൃഗങ്ങളോട് നിസ്കരിക്കാൻ പറഞ്ഞിട്ടില്ല, മൃഗങ്ങളോട് സലാത്ത് ചെല്ലാൻ പറഞ്ഞില്ല, മൃഗങ്ങളോട് ദിക്റ് ചെല്ലാൻ പറഞ്ഞിട്ടില്ല. അവകൾ ദിക്റ് ചൊല്ലുന്നുണ്ടാകാം, അവകൾക്ക് തക്ലീഫില്ല, അവകൾ സലാത്ത് ചൊല്ലുന്നുണ്ടാകാം, അവകൾ പ്രാർത്ഥിക്കുന്നുണ്ടാകാം. അതൊന്നും നമ്മളെപ്പോലെ പ്രത്യേക നിർദ്ദേശം കൽപ്പനയുണ്ടായിട്ടല്ല. അത് അല്ലാഹുവിനോട് നന്ദിയായി അവകൾ ചെയ്യുകയാണ്. അത് നമുക്കെല്ലാം അറിയാമല്ലോ. ഇവിടെ 10-75 മുതഅല്ലിമീങ്ങൾ പഠിക്കുന്നു എന്ന് പറഞ്ഞു, വിദ്യാർത്ഥികൾ പഠിക്കുന്നു എന്ന് പറഞ്ഞു. അവർക്ക് വേണ്ടിയൊക്കെ മൃഗങ്ങൾ പ്രാർത്ഥിക്കും. അവരെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് വേണ്ടി മൃഗങ്ങൾ പ്രാർത്ഥിക്കും. ഇന്നല്ലിലാഹ വഅഹ്ല കുല്ലി സമാഇഹി വല്ലർളി ഹത്തൽ ഹുദ്ദി മഅനം ലിൽ ഫലാ കുല്ലു യുസല്ലി യാ ഹബീബു അലല്ലദീ ഖദ് അല്ലമൽ ഖൈറ ലുനസമു സലാം. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്ക് മഹാനായ സൈനുദ്ദീനുൽ മഖ്ബരി റളിയല്ലാഹു അൻഹു അദ്കീൽ ബൈത്താക്കി ചൊല്ലിയതാണ്. അല്ലാഹുവും അവന്റെ മലക്കുകളും ആകാശ ലോകത്തുള്ള സൃഷ്ടികളും ഭൂമി ലോകത്തുള്ള എല്ലാ ജീവികളും എന്തിനധികം പറയണം, ഹത്തൽ ഹൂത്തി മാനം ലിൽ ഫലാ, കടലിലുള്ള മത്സ്യങ്ങൾ വരെ, ഭൂമിയിലൂടെ എഴഞ്ഞു നീങ്ങുന്ന മരുഭൂമിയിലെ ഉറുമ്പുകൾ വരെ, കുല്ലു യുസല്ലി യാ ഹബീബു അലല്ലദീ ഖദ് അല്ലമൽ ഖൈറൽ ലുനാസമു സലാം. ജനങ്ങൾക്ക് നല്ല കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദുമാർ, നല്ല കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകന്മാർ, നല്ല ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർ, ജനങ്ങൾക്ക് നല്ലത് പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും പ്രാർത്ഥന നടത്തുന്നു. അല്ലാഹു അവർക്ക് മഹത്തായ അനുഗ്രഹം ചൊരിക്കുന്നു. മലക്കുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥന നടത്തുന്നു. അതുപോലെ ജീവജാലങ്ങൾക്കൊക്കെ ദിക്റും സലാത്തും പല പരിപാടികളും ഉണ്ട്. അത് നിഷേധിക്കാൻ പാടില്ല. പക്ഷേ അവകളോട് നമ്മളെപ്പോലെ പ്രത്യേക കൽപ്പനയില്ല, തക്ലീഫില്ല. നിങ്ങൾക്കെല്ലാം അറിയാം, പൂവൻ കോഴി ഉറക്കെ കൂകും. അത് മലക്കുകളെ കാണുമ്പോഴാണ് കൂകുന്നത് എന്ന് ഹദീസിൽ. ആ സമയത്ത് ദുആക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ടെന്ന് ഹദീസിൽ. പെടക്കോഴി ഉറക്കെ കൂവൂല. കാരണം കോഴിക്ക് ശരിക്കും പ്രകൃതിയെ സംബന്ധിച്ച് നല്ല ബോധമുണ്ട്. പെടക്കോഴി ഉറക്കെ കൂകൂല. കാരണം പെടക്കോഴി ഫത്ഹുൽ മുഈൻ ഓതിയത് കൊണ്ടല്ല. പെടക്കോഴിക്ക് അറിയാം എന്ത് ആണുങ്ങളാണ് ബാങ്ക് കൊടുക്കേണ്ടത്, പെണ്ണുങ്ങൾ ബാങ്ക് കൊടുക്കാൻ പാടില്ല. ഓരോറ്റ പെടക്കോഴിയും കൂകൂല. എന്ന് മാത്രമല്ല, ഫത്ഹുൽ മുഈൻ ഓതിയ അതേ രൂപത്തിലാണ് കോഴിയുടെ സ്വഭാവം. നിങ്ങൾ മനസ്സിലാക്കിയില്ലേ? ഫത്ഹുൽ മുഈനിൽ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഒരേയുള്ള സ്ഥലത്ത് കയറി ഇരിക്കൽ സുന്നത്താണ്. ഇത് കോഴി കൂകുമ്പോൾ ചിലപ്പോൾ വീട്ടിന്റെ ഒക്കെ പുറത്ത് മിനാരത്തിന്റെ മുകളിൽ കയറുന്ന മാതിരി കയറിയിട്ടാണ് കൂക. അപ്പൊ പ്രകൃതിയോട് യോജിച്ച മതമാണ് ഇസ്ലാം. അത് കോഴിക്ക് വിവരമുണ്ട്. പിടക്കോഴിയോ
കോഴി കൂല, പക്ഷേ ദിക്ർ ധാരാളം ദിക്ർ ചൊല്ലും. ഏറ്റവും കൂടുതൽ ദിക്റില്ല കോഴിമുട്ട ഇടാൻ പോകുന്ന സമയത്താണ്. കാരണം ഗർഭിണികൾക്ക് പാഠമാണ്, ഗർഭിണികളാണ് കൂടുതൽ ദിക്റില്ല. എന്തിന്? അതിന്റെ സന്താന പരമ്പര നന്നായി തീരാൻ ദിക്ർ കൊണ്ട് അല്ലാഹുവിനെ നന്ദി ചെയ്യണം, ദിക്ർ കേട്ടുകൊണ്ട് വളരണം. അപ്പോഴാണ് ആത്മീയ ബോധമുണ്ടാവുക, അതിൽ ബറക്കത്തുണ്ടാവുക. സഹീഹുൽ ബുഖാരി നോക്കിയാൽ ദുആഉൽ കർബ് എന്ന് പറഞ്ഞൊരു ദുആ ഉണ്ട്. പ്രയാസം നീങ്ങാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിയ ദിക്റാണത്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അസീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അസീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇതാണ് ദുആഉൽ കർബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് പ്രയാസമുണ്ടായാലും അത് നീങ്ങാൻ വേണ്ടി ചൊല്ലിയ ദിക്റാണത്. അതിന്റെ പേരാണ് ദുആഉൽ കർബ്. ഫത്ഹുൽ മുഈൻ ഓതിയ മുതഅല്ലിമീങ്ങൾക്കറിയാം, ഗർഭിണികളായ സ്ത്രീകൾക്ക് ദുആഉൽ കർബ് ചൊല്ലുന്നത് വളരെ നല്ലതാണെന്ന് ഫത്ഹുൽ മുഈനിലുണ്ട്. വിനീതനായ ഞാൻ പലപ്പോഴും ഗർഭിണികളായ സഹോദരിമാരെ സംബന്ധിച്ച് ബാപ്പയോ ഭർത്താവോ ബന്ധപ്പെട്ടവരോ വന്ന് പ്രയാസങ്ങൾ പറഞ്ഞാൽ ഈ ദിക്ർ എഴുതി കൊടുക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്. ഡോക്ടർമാര് ചിലര് നല്ല ബുദ്ധിയുള്ള ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാര് വളരെ അച്ചടക്കമുള്ള നല്ല നല്ല നന്മയുള്ള എഞ്ചിനീയർമാരുണ്ട്, മുസ്ലിംമാര് നല്ല തത്വമുള്ള നല്ല തഖ്വയുള്ള മുസ്ലിംമാരുണ്ട്. സഹോദരന്മാരെ, ഏത് രംഗത്തും അല്ലാത്തവരും ഉണ്ടാകാം. പഠിച്ച് വളർന്ന് ബിരുദമെടുത്ത് പുറത്തു പോയതിനു ശേഷം ഞാൻ വലിയ ശൈഖാണെന്ന് പറഞ്ഞിട്ട് അന്യപെണ്ണിന്റെ കൈപിടിക്കുന്ന മനുഷ്യന്മാരുണ്ട്. സുബ്ഹാനല്ലാഹ്. പെണ്ണുവേഷം കെട്ടുന്നവരുണ്ട്, മറ്റു ആലിമീങ്ങളെ ചീത്ത പറയുന്നവരുണ്ട്, തങ്ങന്മാരെ നിസാരപ്പെടുത്തുന്നവരുണ്ട്, മുസ്ലിം സമുദായത്തിന് സേവനം ചെയ്യുന്നതിന് പകരം സമുദായത്തെ ചൂഷണം ചെയ്യുന്നവരുണ്ട്. ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും അതാ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിന്റെ ഉപാധിയാക്കി സ്വീകരിച്ചവരുണ്ട്. അതൊക്കെ ഏത് സമുദായത്തിലും ഏത് വിഭാഗത്തിലും ഉണ്ടാകാം, സ്വാഭാവികമാണ്. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, ചില ഡോക്ടർമാര് തീരെ ചിന്തിക്കാതെ സംസാരിച്ചു. അടുത്ത ഒരാള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ പെങ്ങളെന്നാ പറഞ്ഞായിട്ട് എന്റെ ഓർമ്മ, പ്രസവിച്ചിരിക്കുന്നു, കുട്ടിയുടെ കൈക്കും കാലിനും ശക്തിയില്ല. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കുട്ടിന്റെ കൈക്കും കാലിനും ശക്തിയില്ല. എന്ത് ചെയ്യാനാണ്? അള്ളാഹുവിന്റെ തീരുമാനം. നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. ഇയാൾ പറഞ്ഞു, ഡോക്ടർ ചോദിക്കുന്നത് ഈ കുട്ടീനെ നിങ്ങളെന്താ ചെയ്യാ, ഈ കുട്ടീനെ കൊണ്ട് നിങ്ങളെന്താ ആക്കുക എന്ന് ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചു, അവൻ എന്തിനാ ചോദിച്ചത്? അപ്പൊ ഈ ഡോക്ടറെ ഉള്ളിന്റെ ഉള്ളിലുള്ളത് ഈ കുട്ടീനെ കൊന്നാളാണോ? കാരണം ഇതും കൊണ്ട് ഞമ്മക്ക് സ്വീപ്പാണ് ഈ ഡോക്ടർ ഉള്ളിന്റെ ഉള്ളിൽ പഠിപ്പിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ആ ഡോക്ടർ ഇങ്ങനെ രോഗിയെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ രണ്ട് കൈയുമങ്ങ് കുഴഞ്ഞു പോയാലോ? അദ്ദേഹം അതാ കാറിലോ സൈക്കിളിലോ പോകുമ്പോ പെട്ടെന്ന് ആക്സിഡന്റ് ആയിട്ട് രണ്ട് കാലും അങ്ങ് മുറിഞ്ഞു പോയാലോ? ആ മനുഷ്യനെയും കൊണ്ട് ഭാര്യ കുടുങ്ങിയില്ലേ? മക്കള് കുടുങ്ങിയില്ലേ? കുടുംബക്കാരും നാട്ടുകാരും കുടുങ്ങിയില്ലേ? എന്നാൽ എന്താ ചെയ്യേണ്ടത്? ഉടനെ തന്നെ ഡോക്ടറെ വെടിവെച്ച് കൊല്ലുകയാണോ വേണ്ടത്? നിങ്ങൾ അയാളോട് ചോദിക്കണം. നിങ്ങളെ കൈയും കാലും പെട്ടെന്ന് കുഴഞ്ഞു പോയാൽ ആ കൈയും കാലും കുഴഞ്ഞ നിങ്ങളെയും കൊണ്ട് കുട്ടിനെ പോലെയല്ല, കുട്ടീന് അത്ര പ്രയാസമില്ല. കുട്ടീനെ ആർക്കും എടുക്കാം. ഈ വലിയ മനുഷ്യനെ ആർക്കാ എടുക്കാൻ കഴിയാ? ആർക്കാ കൊണ്ടുപോകാൻ കഴിയാ? ആർക്കാ കക്കൂസിലെത്തിക്കാൻ കഴിയാ? ആർക്കാണ് ഇവനെ കുളിപ്പിക്കാൻ കഴിയുക? എത്ര പ്രയാസമാണ്. ചെറിയ കുട്ടിക്ക് അത്രയൊന്നും പ്രയാസമില്ലല്ലോ. അതുകൊണ്ട് ഈ മനുഷ്യന്റെ കൈയും കാലും കുഴഞ്ഞു പോയാൽ വെടിവെച്ച് കൊല്ലണമെന്നാണോ അവന്റെ സിദ്ധാന്തമെന്ന് ചോദിക്കണമെന്ന് ഞാൻ എന്നെ വിളിച്ചു പറഞ്ഞവരോട് പറഞ്ഞു. ഇതുപോലെ ചില ആളുകളുണ്ട്, വയറ്റിലുള്ള കുട്ടി, ആ കുട്ടിയെ സംബന്ധിച്ച ഡോക്ടർമാർ ഒട്ടനെ അങ്ങ് പ്രഖ്യാപിക്കും, ഇതാ പ്രസവിച്ചു കഴിഞ്ഞാൽ കേൾവി ഉണ്ടാവൂല, പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കൂല, പ്രസവിച്ചു കഴിഞ്ഞാൽ കാല് കുഴഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ ബുദ്ധി ഉണ്ടാവൂല എന്നൊക്കെ അങ്ങ് പ്രഖ്യാപിക്കും. എന്ത് പ്രഖ്യാപനം? എവിടുന്നുള്ള പ്രഖ്യാപനം? ഇന്ന് നേരം വെളുത്തതിന് ശേഷം എൻ്റെ അടുത്ത് അതാ ഒരു 2 വയസ്സ് 3 വയസ്സുള്ള ഒരു കുട്ടിയെ ഒരാൾ കൊണ്ടുവന്നു.
അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഈ കുട്ടി പ്രസവിച്ചാലും റെഡി ഉണ്ടാവില്ല എന്ന് ഡോക്ടർമാര് പറഞ്ഞ ഒരു കുട്ടിയായിരുന്നു. അൽഹംദുലില്ലാഹ്, നിങ്ങളോട് ഞാൻ ഈ വിഷയം പറഞ്ഞിരുന്നു. ആ സമയത്ത് അതാ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്, ദിക്ർ ചൊല്ലിയിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, സിറാജുൽ ഹുദയിലേക്ക് നേർച്ച ചെയ്തിട്ടുണ്ട്. ഈ കുട്ടിക്ക് ഇപ്പോൾ ഒരു തകരാറുമില്ലെന്ന് പറഞ്ഞ് ഇന്ന് നേരം വെളുത്തതിന് ശേഷം ജുമഅക്ക് ശേഷം എന്റെ അടുക്കൽ കൊണ്ടുവന്ന് ആരോഗ്യത്തോടെ കുട്ടിയെ കാണിച്ചു തന്നവരുണ്ട്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, തടയുന്നവൻ അല്ലാഹുവാണ്, സൃഷ്ടിക്കുന്നവൻ അല്ലാഹുവാണ്, ആരോഗ്യം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, അനാരോഗ്യം കൊടുക്കുന്നവൻ അല്ലാഹുവാണ്, എല്ലാം കൊടുക്കുന്നവൻ അല്ലാഹുവാണെന്ന് വിശ്വസിക്കാത്ത ചിലർ അവര് പഠിച്ച ചില ഭൗതികമായ വിവരം വെച്ചുകൊണ്ട് അവര് പറയുന്ന പ്രഖ്യാപനങ്ങളെ സ്വീകരിക്കുന്നതിന് പകരം, ഓ മുസ്ലിമീങ്ങളെ, മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളിലേക്ക് പോകാതെ ഡോക്ടർമാരുടെ ചികിത്സ നമുക്ക് സ്വീകരിക്കാം, എഞ്ചിനീയർമാരുടെ നിർദ്ദേശം നമുക്ക് സ്വീകരിക്കാം. അവിടെയെല്ലാം നമുക്കൊരാത്മീയമായ ചിന്ത വേണം. മനുഷ്യത്വത്തിനോടാത്ത ചെറിയ കുട്ടിയെ വയറ്റിൽ നിന്ന് തന്നെ കൊന്നുകളയുക, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം കൊന്നുകളയുക, ഈ കുട്ടിയെ കൊണ്ട് ഞാൻ കുടുങ്ങുമോ എന്ന് തെറ്റിദ്ധരിക്കുക, ഇത്തരം പ്രവർത്തനങ്ങളൊന്നും നമുക്കുണ്ടാകാൻ പാടില്ല. വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. ഖൈറും ശർറുമൊക്കെ അല്ലാഹുവിങ്കൽ നിന്നാണെന്ന് ഉറപ്പിച്ചു വെക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്റെ ഡ്രൈവറുടെ നാട്ടുകാരൻ, കായക്കുടിക്കാരൻ, നേരത്തെ ഇവിടെ പ്രസംഗിച്ച TTF കൃപേശിയുടെ നാട്ടുകാരൻ, ഒരു ഹാജി, ഒരു ദിവസം വന്നിട്ട് ഒറ്റ കരച്ചില്, എന്റെ മകളെ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് കുട്ടി തലതിരിച്ചിട്ടാണുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് വലിയ ബേജാറിലാണ്. ഞാൻ അദ്ദേഹത്തിന് ദുആഉൽ ഖർബ് എഴുതി കൊടുത്തു. ആ പെണ്ണിനോട്, ഗർഭിണിയോട് ദുആഉൽ ഖർബ് ചൊല്ലാൻ പറയണം. ബഹുമാനപ്പെട്ട ശൈഖുനാ കാന്തപുരം ഉസ്താദ് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഒരുപാട് പണ്ഡിതന്മാരിൽ വ്യത്യസ്തമായി ഒരുപാട് മഹത്വങ്ങൾ ഉസ്താദ് അവர்களுക്കുണ്ട്. ഞാൻ ഇപ്പോൾ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. നിങ്ങൾ ഉസ്താദിന്റെ അടുത്ത നാട്ടുകാരായതുകൊണ്ട് എന്നേക്കാൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഈ അടുത്ത് കർണാടകയിൽ പുത്തൂരിൽ ഒരു പ്രസംഗത്തിന് പോകുന്നതിന്റെ തലേ ദിവസം ഞാൻ മർക്കസിൽ പോയി. മർക്കസിൽ കയറി ചെല്ലുമ്പോ ഉസ്താദും ഒന്ന് രണ്ട് അറബികളൊക്കെ കൂടി ഭക്ഷണം കഴിക്കണം. അപ്പൊ പുറത്ത് എത്തിയ വിവരം ആരോ പോയി പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഉസ്താദിന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഉസ്താദ് റൂമിലേക്ക് പോകുമ്പോൾ ഞാൻ പിന്നാലെ പോയി. എനിക്കൊരു കാര്യം ചോദിക്കാൻ പറയാം. എന്താണ്? പിറ്റേ ദിവസം പുത്തൂരിൽ പ്രസംഗമാണ്. അവിടെ ഒരാൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഅർ മുബാറക്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി മർക്കസിൽ സൂക്ഷിക്കപ്പെട്ടതിനെ കടുത്ത ഭാഷയിൽ ആക്ഷേപിച്ച് ഈമാൻ തെറ്റിപ്പോകുന്ന ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ മുടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹത്തായ കേശം ഞാൻ സൗദി അറേബ്യയിൽ നിന്ന് വന്ന ഷെയ്ഖ് ഉമർ ജീലാനി, അതുപോലെ ബഹ്റൈനിൽ നിന്ന് ഷെയ്ഖ് റാഷിദ് മുഹൈഖി തുടങ്ങിയ ഒരുപാട് വലിയ ലോക പ്രശസ്തരായ പണ്ഡിതന്മാർ ആ മുടിയുടെ സമീപത്തിരുന്ന് രാത്രി പാതിരാ സമയത്ത് 3 മണി സമയത്ത് അതിന്റെ ചുറ്റുഭാഗത്തിരുന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹും സലാത്തും ചൊല്ലുന്ന സമയത്ത് റൂമിൽ ഉസ്താദിന്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. എനിക്ക് ആ മുടിയെ സംബന്ധിച്ച് ഒരു സംശയവും ഇല്ല. പക്ഷേ ഒരു കാര്യം മറ്റൊരാളോട് പറയുമ്പോൾ എന്റെ ജീവിതത്തിൽ എനിക്ക് സത്യമാണെന്ന് തെളിവ് കിട്ടിയതേ ഞാൻ പറയാറുള്ളൂ. എനിക്ക് ബോധ്യപ്പെട്ടാൽ പോരാ, വേറെ ഒരാളെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞാലേ ഞാൻ പറയാറുള്ളൂ. എന്റെ ജീവിതത്തിലെ സാധാരണ സ്വഭാവം അങ്ങനെയാണ്. നിങ്ങളെ ഈ പരിസരത്ത് തന്നെ മുമ്പ് ഞാനൊരു തരീഖത്തിന്റെ വിഷയത്തിൽ പ്രസംഗിക്കാൻ വന്നിരുന്നു. ആ സമയത്ത് ആദ്യം എന്നോട് പലരും ആ തരീഖത്തിനെ സംബന്ധിച്ച് ഈ ഭാഗത്തുള്ള മുതഅല്ലിമീങ്ങൾ വന്ന് പറഞ്ഞപ്പോ ഞാനൊന്നും പറയില്ല എന്ന് പറഞ്ഞു. കാരണം എനിക്കതിനെ സംബന്ധിച്ച് അന്ന് അറിവില്ലായിരുന്നു. പിന്നീട് ചില പുസ്തകങ്ങളും പ്രസംഗങ്ങളും ഒക്കെ കിട്ടി അത് പൂർണ്ണമായി തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പായപ്പോഴാണ് ഞാൻ അതിനെതിരെ സംസാരിച്ചതിന് മുമ്പ് സംസാരിച്ചിട്ടില്ല. എപ്പോഴും ആ നിലവാരം സ്വീകരിക്കാറുണ്ട്. അതുകൊണ്ട് പുത്തൂരിൽ പോയി പ്രസംഗിക്കുന്നതിന് മുമ്പ് അതിന്റെ സെനതൊന്ന് കാണണം എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ ഉസ്താദിന്റെ റൂമിലേക്ക് ഉസ്താദിന്റെ പിന്നാലെ കയറി ചെന്നത്.
നേരെ കയറി ചെല്ലുമ്പോ ഞാൻ ഉസ്താദ് ബാത്റൂമിലേക്ക് പോയിട്ടുണ്ട്. റൂമിൽ ഞാൻ കാണുന്നത് കണ്ണാടിയിലാക്കിയിട്ട് ആ സനദ് ഇങ്ങനെ അച്ചടിച്ചു വെച്ചതാണ്. ഞാനത് മുഴുവനും വായിച്ചു നോക്കി. അതിന് ശേഷം ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഉസ്താദെ, ഞാൻ വന്ന കാര്യം ചോദിക്കാതെ തന്നെ ഹാസിലായത് കൊണ്ട് ഞാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഉസ്താദുമാര് ബറക്കത്തുള്ള ഉസ്താദുമാരായാൽ അതിന് വലിയ ഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും. പുല്ലൂക്കര ജമാഅത്ത് പള്ളിയിൽ പുല്ലൂക്കര ഉസ്താദിന്റെ അടുക്കൽ ഞാൻ തഫ്സീർ ജലാലനി ഓതുന്ന സമയത്ത് ഏകദേശ സ്ഥലങ്ങളും തഫ്സീർ റാസി ഞാൻ നോക്കി തീർത്തിട്ടുണ്ട്. ആ സമയത്ത് റാസിയിൽ ചില സ്ഥലത്ത് എനിക്ക് ഇബാറത്ത് മനസ്സിലാവൂല. അപ്പൊ ഞാൻ കിതാബും എടുത്ത് ഉസ്താദിന്റെ അടുക്കൽ പോകും. ഞാൻ ഉസ്താദിന്റെ സമീപത്ത് എന്ന് എന്താ വന്നത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാം എടുത്ത് വായിക്കാൻ വേണ്ടി ഇങ്ങനെ എനിക്ക് സംശയമുള്ള സ്ഥലം ഇങ്ങനെ ഞാൻ എടുത്ത് നിവർത്തി ഒന്ന് നോക്കും. നോക്കിക്കഴിഞ്ഞാൽ പിന്നെ സംശയത്തിന് മറുപടി, സംശയം ഉസ്താദിനോട് ചോദിക്കാതെ ഞാൻ തിരിച്ചിങ്ങോട്ട് പോരും. അപ്പൊ ഉസ്താദ് ചോദിക്കും എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് തിരിച്ചു പോരും. ഉസ്താദിനോട് വിഷയം പറയേണ്ടി വരാറില്ല. പലപ്പോഴും എനിക്കങ്ങനെ അനുഭവമുണ്ട്. ചിലപ്പോൾ പറയേണ്ടി വരും, ചിലപ്പോൾ പറയേണ്ടി വരാറില്ല. അവിടുത്തെ മുന്നിൽ പോയി നിന്നാൽ തന്നെ എനിക്കത് മനസ്സിലാകാറുണ്ട്. സഹോദരന്മാരെ, ഇത് ചിലപ്പോ ഭൗതികന്മാർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. സഹോദരന്മാര് ചിന്തിക്കണം. അതാ പ്രകാശമാണ് ഇൽമ്. പ്രകാശം എന്ന് പറയുന്നത് ഒരസുമ്പോൾ കത്തുന്ന സാധനമാണ് ഇൽമ്. അത് മനുഷ്യന്റെ ആത്മീയ ബോധമുള്ള മനുഷ്യന്റെ ആത്മാവും മറ്റൊരാത്മീയ ബോധമുള്ള മനുഷ്യന്റെ ആത്മാവും തമ്മിൽ, ഒരു മനസ്സും വേറൊരു മനസ്സും തമ്മിൽ അതാ പരസ്പരം ബന്ധപ്പെടുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ ഇൽമിന്റെ പ്രകാശം ലഭിക്കും, വെളിച്ചം ലഭിക്കും. അതൊരു ചെറിയ വിഷയമല്ല. ഇരിക്കട്ടെ, മഹാനായ കാന്തപുരം ഉസ്താദിന്റെ ഹദറത്തിൽ നിന്ന് ചോദിക്കാതെ തന്നെ എനിക്ക് കിട്ടിയത് കൊണ്ട് ഞാൻ തിരിച്ചു വന്നു. ഉസ്താദ് അവർക്ക് പല വിഷയങ്ങളിലും ഇജാസത്തുണ്ട്. കൂട്ടത്തിൽ ഗർഭിണികളായ സ്ത്രീകൾക്ക് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാൻ യാ മുസവ്വിർ എന്ന അള്ളാഹുവിന്റെ പേര് 111 പ്രാവശ്യം ചൊല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാൻ ഉസ്താദ് അവർ എനിക്ക് ഇജാസത്ത് തന്നിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചും ഞാൻ പലർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അതിലൊക്കെ ചിലര് സംശയമുള്ളവരുണ്ടാകും. പക്ഷേ സംശയത്തിന് അവകാശമില്ല. ഖുർആനാണ്. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഊഹു ബിഹാ. അല്ലാഹുവിന് സുന്ദരമായ ഉന്നതമായ മഹത്തായ പേരുകളുണ്ട്. ആ പേരുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ വിളിക്കുവീൻ എന്ന് അല്ല പറഞ്ഞതാണ്. അത് വിളിച്ചാൽ ഫലമുണ്ടെന്നത് ഖുർആൻ പഠിപ്പിച്ചതാണ്. യാ സമീഉ യാ ബസീറു യാ ലതീഫു യാ ഖബീർ യാ അലീമു യാ ഹലീമു യാ ഖദീറു യാ സമീഉ യാ ബസീറു യാ ലതീഫു യാ ഖബീർ യാ റബ്ബു യാ നൂർ യാ ഹഖ് യാ മുബീൻ യാ ദായിമു യാ ദായിമു യാ ഹൂ യാ ദായിം എന്നിങ്ങനെ അല്ലാഹുവിന്റെ അസ്മാകൾ ഔലിയാക്കൾ നമുക്ക് വിളിക്കാൻ വേണ്ടി പഠിപ്പിച്ചിട്ടില്ലേ മുസ്ലിമീങ്ങളെ? അത് വിളിക്കുന്നവന് ലഭിക്കുന്ന ബറക്കത്തുകളും പവറുകളും അത് പറഞ്ഞു തീർക്കാൻ കഴിയുന്നതല്ല. ഖുർആൻ പഠിപ്പിച്ചതാണ്. ഫലില്ലാഹിൽ അസ്മാഉൽ ഹുസ്നാ ഫദ്ഊഹു ബിഹാ. നിങ്ങൾ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന്റെ പേര്, ആ പേര് കൊണ്ട് വിളിക്കണേ. അത് മുൻനിർത്തി പ്രാർത്ഥിക്കണേ. ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോളൂ, ഞാൻ ഉത്തരം തരുമെന്ന് അല്ലാഹു പറഞ്ഞതല്ലേ. അതുകൊണ്ട് സംശയത്തിന് അവകാശമില്ല. അല്ലാഹുവിന്റെ പേര് വിളിക്കുന്നതിന് ഫലം കിട്ടും. എഴുതി കൊടുത്തു. ആ ഹാജിയാര് പോയി കുറെ ദിവസം കഴിച്ചിട്ട് ഉണ്ട് എന്റെ റൂമിൽ കയറി വന്നു. ഉസ്താദേ, എന്റെ മകള് പ്രസവിച്ച് കുട്ടി കാറിലുണ്ട്, ഞാനിവിടെ നേർച്ചയാക്കി ഒരു ചാ കരി തരാൻ വേണ്ടി ഇതിനെ തന്നെ അങ്ങോട്ട് പോവാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞു എന്നറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചിലപ്പോ ഡോക്ടർമാര് പേടിപ്പിച്ചു. വടകരണ്ട് ഒരു വലിയ പ്രശസ്തനായ ഒരു ഡോക്ടർ. എന്റെ നാട്ടിൽ ഒരു ഉമ്മ പാത്തുമ്മ എന്നാണ് അവരെ പേരിൽ എന്റെ ഓർമ്മ. പറഞ്ഞു കൊടുത്തു, നിങ്ങൾക്ക് മരിക്കുന്നവരെ നടക്കാനാവൂല.
ഒരു ഡോക്ടർ ഫത്വ കൊടുത്തതാണ്. വലിയ ഡോക്ടറാണ്. ഞാൻ ചെറിയ കുട്ടിക്കാലത്ത് വരെ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി എത്രയോ മണിക്കൂർ ക്യൂ നിന്ന ഡോക്ടറാ. അയാൾക്ക് വളരെ വലിയ വയസ്സുണ്ട്. അയാൾ പറഞ്ഞു കൊടുത്തു, മരിക്കുന്നവരെ നടക്കാനാവില്ല. ഈ ഉമ്മ കരഞ്ഞ് വിഷമിച്ച് ഒരു ഓട്ടോറിക്ഷയിൽ എങ്ങനെയെല്ലാമോ കയറി കൈപിടിച്ചിട്ട് ഒരു ദിവസം എന്റെ വീട്ടിൽ വന്ന്, ഞാൻ ഹജ്ജിന് പോകുന്ന ദിവസമാണ്, എന്റെ ഭാര്യ ഹജ്ജിന് വേണം. അപ്പൊ വന്ന് ഈ ഉമ്മ ഒരൊറ്റ കരച്ചില്, എനിക്ക് മരിക്കുന്നവരെ നടക്കാൻ പറ്റൂല എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. എന്റെ വീട്ടിൽ കക്കൂസിന്റെ ക്ലോസറ്റ് അത് ഇന്ത്യൻ ക്ലോസറ്റ് മാറ്റിയിട്ട് വെസ്റ്റേൺ ക്ലോസറ്റ് ആക്കണം എന്നും പറഞ്ഞിരിക്കുന്നു. എനിക്ക് ഒരിക്കലും എണീറ്റ് നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഉമ്മാക്ക് അപ്പം നിൽക്കാണ്ട് കഴിയയില്ല, കുടിക്കണം. ഞാൻ വിചാരിച്ചു, ഇതെങ്ങനെ ഡോക്ടർമാർ ഇങ്ങനെ ഫത്വ കൊടുക്കുന്നത്? ഡോക്ടർമാർ ചികിത്സിച്ചാ പോരെ, മരുന്ന് തൊട്ടാ പോരെ, ആളുകളെ ബേജാറാക്കണം. ചിലപ്പോ അവരെ കാഴ്ചയിൽ അങ്ങനെ ആയിരിക്കാം. എന്നാലും അത് പറയേണ്ടതില്ലല്ലോ, പ്രഖ്യാപിക്കേണ്ടതില്ലല്ലോ, അത് പറയേണ്ടതില്ലല്ലോ. രോഗി അത് പറഞ്ഞ് ബേജാറാക്കണം. സുബ്ഹാനല്ലാഹ്. ഞാൻ ഈ ഉമ്മാനോട്, നിങ്ങൾ കൃത്യമായിട്ട് നടക്കും, ഒരു പ്രശ്നമില്ലാതെ നടക്കും, പേടിക്കലാണ്. കാരണം കുറച്ചൊക്കെ ഉമ്മാക്ക് സമാധാനമായിട്ട് വെച്ചാലല്ലാതെ ഞാൻ കറാമത്ത് കൊണ്ട് പറഞ്ഞല്ലോ, എനിക്ക് കറാമത്ത് ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. ആ ഉമ്മാക്ക് ഒരു സമാധാനം കിട്ടട്ടെ എന്ന് വെച്ച് പറഞ്ഞതാ. നിങ്ങൾ സുഖസുന്ദരമായി നടക്കും, ഒരു പേടിയും പേടിക്കണ്ട. ഡോക്ടറെക്കാളും കുറച്ച് കൂടുതൽ വിശ്വാസം മൊയ്ലാന്മാരെ ഉണ്ടാവും, പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ച്. ആ ഉമ്മ മടങ്ങി പറഞ്ഞു, ഞാൻ ഹജ്ജിന് പോയപ്പോ കഅബത്തിനടുക്കൽ, സഫാ മർവയുടെ അടുക്കൽ, അതുപോലെ മദീനയിൽ പല സ്ഥലത്ത് വെച്ച് ഈ ഉമ്മാനെ ഓർമ്മിച്ചു ദുആ ചെയ്തു. അൽഹംദുലില്ലാഹ്. ഹജ്ജ് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഈ ഉമ്മ നടന്ന് നല്ല കണ്ടീഷനായിരുന്നു നടന്നു വരുന്നതിന്റെ പുറത്ത്. ഇപ്പോഴും ഉണ്ടാവും ഉമ്മ ബാക്കി. കൊടോളി പാത്തു എന്നാണ് അവരെ പേര്. അതിന്റെ ഓർമ്മ ഞാൻ പറഞ്ഞു വരുന്നത്, സഹോദരിമാർ ചിന്തിക്കണം. ഗർഭിണികൾക്ക് ദുആഉൽ ഖർബ് വളരെ നല്ലതാണ്. പെടക്കോഴികൾ ധാരാളം ദിക്റ് ചൊല്ലുന്നു. പക്ഷേ പെടക്കോഴികൾ കൂകുന്നില്ല. കൂകുന്നത് പൂവൻ കോഴിയാണ്. കാരണം മൗലവിമാരെക്കാൾ വിവരമുണ്ട് കോഴിക്ക്. കോഴിക്കറിയാം ഒച്ചത്തിൽ ശബ്ദമുണ്ടാക്കുകയെന്നത് അത് പുരുഷന്മാർക്കുള്ളതാണ്. അതേ സമയത്ത് ബാങ്ക് പുരുഷന്മാർക്കുണ്ട്. ഇഖാമത്ത് കൊടുക്കുന്നതിന് സ്ത്രീകൾക്ക് വിരോധമില്ല. ഇതുപോലെ പെടക്കോഴികൾ പതുക്കെ ദിക്റ് ചൊല്ലുന്നു, ഉറക്ക കൂകുന്നില്ല. പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രകൃതിയോട് യോജിച്ച മതമാണ്. ഏത് ജീവികൾക്കും ദിക്റും സലാത്തുമൊക്കെ ഉണ്ടാകാം. പക്ഷേ ആ ജീവികൾക്കൊന്നും പടച്ചവന്റെ തക്ലീഫില്ല, നിർബന്ധ കൽപ്പനയില്ല. അപ്പൊ ജയേഷ് ഡോക്ടർ എന്നോട് ചോദിച്ച ചോദ്യം, മൃഗങ്ങൾക്ക് പടച്ചവനെ കാണാൻ കഴിയുമോ എന്നാണ്. ആ ചോദ്യത്തിന്റെ ഉള്ളിൽ ഒരു രഹസ്യമുണ്ട്. കാരണം നമ്മൾ നോമ്പെടുക്കാൻ നമ്മളോട് കൽപ്പനയുണ്ട്, നിസ്കരിക്കാൻ കൽപ്പനയുണ്ട്, അതുപോലെ പലതിനും നമ്മളോട് നിർദ്ദേശമുണ്ട്. അത്തരം നിർദ്ദേശമില്ലല്ലോ മൃഗങ്ങളോട്. ദൈവത്തെ കാണാനാണ് നോമ്പെടുക്കുന്നതെങ്കിൽ മൃഗങ്ങളും നോമ്പെടുക്കേണ്ടതില്ലേ എന്നതിലേക്ക് കൊണ്ടുപോകാനാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഓ മുസ്ലിമീങ്ങളെ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മൃഗങ്ങൾ മനുഷ്യരെ പോലെയല്ല. മൃഗങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന്റെ നന്മക്ക് വേണ്ടിയാണ്. മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് മറ്റൊരു ജീവിയുടെ നന്മക്ക് വേണ്ടിയല്ല. അതുകൊണ്ടാണ് ആനയെ പോറ്റുന്ന മനുഷ്യരുണ്ട്, മനുഷ്യനെ പോറ്റുന്ന ആനയില്ല. സിംഹത്തെ വളർത്തുന്ന മനുഷ്യനുണ്ട്, മനുഷ്യനെ വളർത്തുന്ന സിംഹമില്ല. പാമ്പിനെ പോറ്റുന്ന മനുഷ്യനുണ്ട്, മനുഷ്യനെ പോറ്റുന്ന പാമ്പില്ല. ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളെയും മനുഷ്യൻ വളർത്തുന്നുണ്ട്. അതേ സമയത്ത് മനുഷ്യനെ ഒരു ജീവിയും വളർത്തുന്നില്ല. എത്ര വലിയ ആനയും മനുഷ്യന് വഴിപ്പെടുന്നുണ്ട്, മനുഷ്യൻ ഒരു ജീവിക്കും കീഴ്പ്പെടുന്നില്ല. മനുഷ്യനാണ് ഏറ്റവും ഉത്കൃഷ്ടമായ ജീവി, മനുഷ്യനാണ് ഏറ്റവും പ്രഗത്ഭനായ ജീവി, മനുഷ്യനാണ് ഏറ്റവും അടിസ്ഥാനപരമായ ജീവി. ആകയാൽ ലോകത്തുള്ള സർവ്വ ജീവജാലങ്ങളും മനുഷ്യന് വേണ്ടി ജീവിക്കുകയാണ്. ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, അതേവൽ അൻആമ ഖലഖഹാ ലക്കും.
അങ്ങനെ എത്ര ആയത്തുകളാണ് ഖുർആനിൽ ഈ സത്യം പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹു അവതരിപ്പിച്ചത്. മനുഷ്യന് വേണ്ടിയാണ് ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും നിലനിൽക്കുന്നത്. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടതിന്റെ ലക്ഷ്യം വേറെ ഒരു ജീവിക്ക് വേണ്ടിയല്ല. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യാനാണ് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചതെന്ന് ഖുർആൻ. അല്ലാഹുവിനെ അറിയണം. ആ അല്ലാഹുവിനെ ഞാൻ എങ്ങനെ വണങ്ങണം? ആ അല്ലാഹുവിനെ ഞാൻ എങ്ങനെ നന്ദി ചെയ്യണം? ആ അല്ലാഹുവിന്റെ ഒരടിമയായി ഞാൻ എങ്ങനെ ജീവിക്കണം? ഇതിനെക്കുറിച്ച് മനുഷ്യൻ അറിയേണ്ടതുണ്ട്. ആ അറിവാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അറിവ്. ഓ മുഅ്മിനീങ്ങളെ, അത് ലഭിക്കുക എന്നത് ഏറ്റവും വലിയ വിഷയമാണ്. ഇവിടെ അതാ അറീസിയിൽ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. അത് ആവശ്യമാണ്, അനിവാര്യമാണ്. നാട്ടുകാരും പരിസരങ്ങളിലുള്ളവരുമെല്ലാം നമ്മുടെ രാജ്യത്തുള്ള ഏത് സ്ഥാപനങ്ങളെയും വളർത്താനും ഉയർത്താനും സഹകരിക്കേണ്ടവരാണ്. അതേ സമയത്ത് ഞാൻ ഉണർത്തട്ടെ, നമുക്ക് മെഡിക്കൽ കോളേജുകൾ വേണം, ലോ കോളേജുകൾ വേണം, എഞ്ചിനീയറിംഗ് കോളേജുകൾ വേണം. എല്ലാ വിദ്യകളും നമുക്ക് ലഭിക്കണം. പക്ഷേ ലോകത്തിന്റെ സൃഷ്ടാവിനെ കുറിച്ചുള്ള അറിവ്, അവൻ ബഹുമാനിച്ച ബഹുമാനമുള്ളവരെ കുറിച്ചുള്ള അറിവ്, അവൻ എങ്ങനെയാണ് വണങ്ങേണ്ടതെന്നതിനെ കുറിച്ചുള്ള അറിവ്, അവൻ എങ്ങനെയാണ് നന്ദി ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചുള്ള അറിവ്, അവന്റെ സൃഷ്ടികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നതിനെ കുറിച്ചുള്ള അറിവ്, ബാപ്പയോടെങ്ങനെ സംസാരിക്കണം, ഉമ്മയോടെങ്ങനെ പെരുമാറണം, ഭാര്യമാരോടെങ്ങനെ സമീപിക്കണം, ഭർത്താവിനെ എങ്ങനെ ആദരിക്കണം, അയൽവാസികൾക്ക് എങ്ങനെ നന്മ ചെയ്യണം, കുടുംബ ബന്ധം എങ്ങനെ ചേർക്കണം, മറ്റു മതക്കാരോട് സൗഹാർദ്ദത്തിൽ എങ്ങനെ ജീവിക്കണം. അതേ ബിസിനസ് നടത്തുമ്പോൾ ബിസിനസ് ഏത് വിധത്തിൽ നടത്തണം, ഏത് ബിസിനസ് പറ്റും, ഏത് പറ്റില്ല, അപ്പോൾ തൂക്കം കുറക്കാമോ, അളവിൽ വഞ്ചിക്കാമോ, കള്ള് ചെത്താമോ, കള്ള് വിൽക്കാമോ, മദ്യം വിറ്റ് കാശുണ്ടാക്കാമോ, ഓരോ വിഷയത്തിനും പഠിക്കേണ്ടതുണ്ട്. മനുഷ്യന് ശല്യം ചെയ്യുന്നതല്ല വിൽക്കേണ്ടത്, മനുഷ്യന്റെ ബുദ്ധി നശിപ്പിക്കുന്നതല്ല കുടിക്കേണ്ടത്. അതേ, ഒരു വസ്തു വാങ്ങുന്നവനോട് വില എത്രയും വാങ്ങാം, പക്ഷേ അവനെ വഞ്ചിച്ച് തൂക്കത്തിൽ വഞ്ചന നടത്തരുത്. അതുപോലെ തന്നെ അളവിൽ വഞ്ചന നടത്തരുത്. ഒരിക്കലും തന്നെ പൂഴ്ത്തിവെപ്പ് നടത്തരുത്. ഒരിക്കലും തന്നെ അഴിമതി നടത്തരുത്. ഒരാളും തന്നെ കൈക്കൂലി വാങ്ങരുത്. കുടുംബ ബന്ധം ചേർക്കണം. മുസ്ലിം ആണെങ്കിലും ചേർക്കണം, അമുസ്ലിം ആണെങ്കിലും ചേർക്കണം. അമുസ്ലിമുമായി എങ്ങനെ കുടുംബ ബന്ധം ചേർക്കും? അറിയാം, പറയാം. അതേ, ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് വരുന്നു, അവൻ കൃഷ്ണനാണ്. കൃഷ്ണൻ സ്വമേധയായി ഇസ്ലാമിലേക്ക് വരുന്നു. കൃഷ്ണന്റെ പെങ്ങളുണ്ട്. കൃഷ്ണന്റെ പെങ്ങളെ പേര് ചീരു എന്നാണ്. ഞങ്ങളുടെ നാട്ടിൽ അമുസ്ലിം സഹോദരിമാർക്ക് ചീരു, മാധു എന്നൊക്കെ പേരുണ്ട്. ഞാനിപ്പോൾ നാദാപുരത്ത് വെച്ച്, എന്റെ നാട്ടിൽ വെച്ച് സെമിനാറിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞിരുന്നു, എന്റെ ബാപ്പ മരിച്ചപ്പോൾ എന്റെ ഉമ്മ 3 മസലയാണ് എന്നോട് ചോദിച്ചത്. ഒരു ചോദ്യം, മാധുവിനെ എനിക്ക് കാണാമോ എന്നാണ്. മാധു എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന ഒരു അമുസ്ലിം സഹോദരിയാണ്. അവളെ എന്റെ ബാപ്പ മരിച്ചപ്പോൾ എനിക്ക് കാണാമോ എന്നുമ്മാന്റെ ചോദ്യം. കാരണം നമ്മുടെ മുൻഗാമികൾക്ക് വർഗീയതയില്ല, നമ്മുടെ ഉമ്മമാർക്ക് വർഗീയതയില്ല, ഭീകരതയില്ല, തീവ്രതയില്ല. ഇപ്പോഴതൊന്നും പറയാൻ സമയമില്ല. ഞാൻ ഈ അടുത്ത് പ്രസംഗിച്ച ഇസ്ലാം ജിഹാദ് ഭീകരത, അതിന്റെ സീഡിയിൽ വിശദമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ വിശദമായി ഈ അടുത്ത് കൊല്ലം ജില്ലയിൽ വെച്ച് പ്രസംഗിച്ച ഖുർആൻ സ്വീകരിക്കുന്ന സുന്നി, തൗറാത്ത് തള്ളിയ സലഫി എന്ന ആ സീഡിയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത് നാദാപുരത്ത് പുറത്തിറങ്ങി 8-ാം കണ്ണനും കേട്ടുകൊണ്ട് വിദേശങ്ങളിൽ നിന്ന് പലരും വിളിച്ച് അഭിനന്ദനം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 2-ാം ഭാഗം ഇൻഷാ അല്ലാഹ് 2 ദിവസം കൊണ്ടിറങ്ങും. ഓ മുഅ്മിനീങ്ങളെ, ഇപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം നിങ്ങൾ ഓർക്കണം. മാധുവെന്നും ചീരുവെന്നും ഒക്കെ പേര് അമുസ്ലിം സഹോദരിമാർക്കുണ്ട്. അതെ, ഞാൻ ഉമ്മയോട് പറഞ്ഞു മാധുവിനെ കാണുന്നതിന് കുഴപ്പമില്ല. പിന്നെ എന്നോട് ചോദിച്ചൊരു മസ്അല,
ബാപ്പ മരിക്കുന്ന സമയത്ത് വീട്ടിൽ ഉണ്ടാക്കി വെച്ച ഭക്ഷണമുണ്ട്, അത് മരിച്ച വീട്ടിൽ നിന്ന് കഴിക്കാമോ എന്നാണ്. ചില ആളുകൾക്കൊരു അന്ധവിശ്വാസമുണ്ട്. എന്താണ് അന്ധവിശ്വാസം? പ്രസവിച്ച വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൂടാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ പഴയ കാലത്ത് അങ്ങനെ ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. എന്റെ പ്രസംഗത്തിലൊക്കെ ഞാൻ നിശിതമായി വിമർശിച്ച് പറഞ്ഞിട്ടുണ്ട്. ചില ആളുകൾ പെറ്റെടുത്തുനിന്ന് ഞാൻ തിന്നൂല എന്നാ പഴയ ഭാഷ. അങ്ങനെ പ്രസവിച്ച വീട്ടിൽ നിന്ന് തിന്നുകൂടാ എന്നത് അന്ധവിശ്വാസമാണ്. ഇതുപോലെ ഇപ്പോഴുമുണ്ട് ചില പുത്തൻവാദികൾ മരിച്ച വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൂടാ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അത് അന്ധവിശ്വാസമാണ്. സഹീഹുൽ ബുഖാരി മറിച്ചു നോക്കിയാൽ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹാ സ്വന്തം മകൻ മരണപ്പെട്ടപ്പോൾ ഭക്ഷണം പാകം ചെയ്ത് വെച്ചിട്ട്, ബുഖാരിയും മുസ്ലിമും നോക്കിയാൽ അറിയാൻ കഴിയും, സ്വന്തം മകൻ മരിച്ചപ്പോൾ മകന്റെ മയ്യിത്തും കുളിപ്പിച്ച് കിടത്തിയിട്ട് അതാ ഭക്ഷണം പാകം ചെയ്ത് സ്വന്തം ഭർത്താവിനെ ഭക്ഷിപ്പിച്ചത് ഈ ബുഖാരിയിലുണ്ട്. ആ സംഭവം കേട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദമ്പതികൾക്ക് ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതല്ലാതെ മരിച്ച വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കരുതെന്നോ അവിടെ ഭക്ഷണം കഴിക്കരുതെന്നോ പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞു, നിർബന്ധമായും ഭക്ഷണം കഴിക്കണം. ഞാൻ കഴിച്ച് കാണിച്ചു കൊടുത്തു. ഓ മുഅ്മിനീങ്ങളെ, മറ്റൊരു മസല എൻ്റെ ഉമ്മ എന്നോട് ചോദിച്ചത്, അതാ ബാപ്പയുടെ മയ്യിത്ത് കുളിപ്പിച്ചു കൊണ്ടുവന്നതിന് ശേഷം കഫൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ തൊട്ടാൽ ആ ബാപ്പയുടെ വുളു മുറിഞ്ഞു പോകുമോ, മയ്യിത്തിന്റെ വുളു മുറിയുമോ എന്നതായിരുന്നു. മയ്യിത്തിന്റെ വുളു എടുത്തതിന് ശേഷം മുറിയുകയില്ല, തൊട്ടവരുടെ വുളു മുറിഞ്ഞു പോകും. ഞാനത് പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ മാധു എന്നും ചീരുവെന്നും ഒക്കെ പേരുണ്ടാകാമല്ലോ കൃഷ്ണന്റെ പെങ്ങൾക്ക്. കൃഷ്ണൻ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ കൃഷ്ണൻ ഇസ്ലാമിലേക്ക് വന്നു, മാധു വന്നിട്ടില്ല, ചിരുത വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്ന വിഷയം നിങ്ങൾ ചിന്തിക്കണം. ഈ കൃഷ്ണൻ ഇസ്ലാമിലേക്ക് വന്നിട്ട് അബൂബക്കറായി. ആ അബൂബക്കർ വധുവെടുക്കുകയാണ്. വധുവെടുത്തതിന് ശേഷം നിസ്കരിക്കാൻ പോകുന്ന സമയത്ത് സ്വന്തം ഭാര്യയായ ആയിഷ സമീപത്ത് വന്നു. ആയിഷ കൈകൊണ്ടൊന്ന് തൊട്ടുപോയി അബൂബക്കറിന്റെ ശരീരം. എന്നാൽ അബൂബക്കറിന്റെ വധു മുറിഞ്ഞു. കാരണം എന്താണ്? സ്ത്രീകളെ തൊട്ടാൽ വധു മുറിയും. ഔലാമസ്തുമുന്നിസാ എന്ന് ഖുർആനിലുണ്ട്. അതിന്റെ വ്യാഖ്യാനം മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രധാന ശിഷ്യനാണ്. അവിടുന്ന് പറഞ്ഞു, സഹീഹായ ഹദീസ് മുത്തയിലുണ്ട്, അൽ ജസ്സു ബിൽ യദി മിനൽ മുലാമസ. ഖുർആനിൽ പറഞ്ഞ മുലാമസത്തിൽ പെട്ടതാണ് കൈകൊണ്ടുള്ള സ്പർശനം. അപ്പോൾ ഭാര്യയെ തൊട്ടാൽ വധു മുറിയും. സഹോദരന്മാരെ, പക്ഷേ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മയെ തൊട്ടാ വധു മുറിയൂല, പെങ്ങളെ തൊട്ടാ വധു മുറിയൂല. ശാഫി ഇമാമിന് എന്താണ് അത് കണ്ടുപിടിക്കാൻ നിമിത്തം? ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ഭാര്യയെ തൊട്ടാൽ വധു മുറിയുന്നത്? എന്തുകൊണ്ടാണ് പെണ്ണിനെ തൊട്ടാൽ വധു മുറിയുന്നത്? ആണിനെ തൊട്ടാൽ മുറിയുന്നില്ലല്ലോ. കാരണം മറ്റൊന്നുമല്ല, വികാര സാധ്യതയാണ്. ഒരു പുരുഷൻ വേറൊരു പുരുഷനെ തൊടുമ്പോൾ വികാര സാധ്യതയില്ല, ഒരു പെണ്ണിനെ തൊടുമ്പോൾ വികാര സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വധു മുറിയുന്നത്, അതുകൊണ്ടാണ് പെണ്ണിനെ തൊട്ടാൽ വധു മുറിയുന്നത്. അപ്പൊ ഉമ്മയെ സ്പർശിക്കുമ്പോൾ വികാര സാധ്യതയുണ്ടോ? ഇല്ല. പെങ്ങളെ തൊട്ടാൽ വധു മുറിയില്ല, കാരണം വികാര സാധ്യതയില്ല. ഭാര്യയെ തൊടുമ്പോൾ വികാര സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഭാര്യയെ തൊട്ടാൽ വധു മുറിയും. ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞു, പെങ്ങളെ തൊട്ടാ മുറിയൂല. സുബ്ഹാനല്ലാഹ്. ചിലര് ചോദിക്കും, ഭാര്യന്റെ ഉമ്മനെ തൊട്ടാ മുറിയുന്നില്ലല്ലോ. ഭാര്യന്റെ ഉമ്മനെ തൊടുമ്പോ പുതിയാപ്പിളക്ക് വികാര സാധ്യതയില്ല. വികാര സാധ്യത ഉണ്ടെങ്കിൽ അവനെ തൊടാൻ അനുവദിക്കാനും വീട്ടിൽ കയറാൻ അനുവദിക്കാനും പാടില്ല. ഓ മുസ്ലിമീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ ഓർക്കണം. അതേ, പെങ്ങളെ തൊടുമ്പോൾ വികാര സാധ്യതയില്ല. അപ്പോൾ അബൂബക്കറാണല്ലോ. ഇപ്പോൾ കൃഷ്ണൻ അബൂബക്കറാണ്. അബൂബക്കർ വധുവെടുത്ത് വരുന്ന സമയത്ത് പെങ്ങള് മാധുവിനെ തൊട്ടുപോയി, അല്ലെങ്കിൽ ചീരുവിനെയോ ചിരുതയോ തൊട്ടുപോയി. എന്നാൽ അബൂബക്കറിന്റെ വധു മുറിയുമോ? ഇസ്ലാം പറയുന്നു മുറിയൂല. മുസ്ലിമത്തായ പെണ്ണ് ആയിഷയെ തൊട്ടാ മുറിയും. അതേ സമയത്ത് അമുസ്ലിമായ പെണ്ണ്, അമുസ്ലിമായ ഈ ചിരുതയെ തൊട്ടാ വധു മുറിയൂല.
കാരണം ഇസ്ലാമിൽ അതാ വർഗീയതയില്ല. പെങ്ങള് തന്നെ, ആങ്ങള് തന്നെ, അച്ഛൻ തന്നെ, മകൻ തന്നെ. വിശാലമായ മതമാണ് ഇസ്ലാം. ഇസ്ലാമിനെ കുറിച്ച് ജനങ്ങൾ പഠിക്കണം. ഇസ്ലാമിന്റെ വിശാലമായ കാഴ്ചപ്പാട് പഠിക്കണം. അഹിബ്ബലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ. ഓ മനുഷ്യ, നിന്റെ സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് എന്താണോ അത് മറ്റ് മനുഷ്യന്മാർക്ക് നീ ഇഷ്ടപ്പെടണം. അപ്പോഴാണ് മുസ്ലിമാകുന്നതെന്നല്ലേ നബി തങ്ങളുടെ വാക്ക്. അഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന. അയൽവാസിക്ക് നന്മ ചെയ്യുമ്പോഴാണ് നീ സത്യവിശ്വാസിയാകുന്നതെന്നല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക്. കുടുംബ ബന്ധം ചേർക്കണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, കുട്ടികളോട് കാരുണ്യം വേണം. അൻവർ സഖാഫി പറയുമ്പോൾ അദ്ദേഹം വിതുമ്പി. സിറാജുൽ ഹുദയിൽ കുട്ടിക്കാലത്ത് വന്നപ്പോൾ, കുട്ടിക്കാലത്ത് സ്വാഭാവികമായും കവാത്തെടുക്കേണ്ടി വരും. കാപ്പിത്തൈ പോലെയാണ് മുതഅല്ലിമീങ്ങൾ, കാപ്പിത്തൈ പോലെയാണ് മുതഅല്ലിമീങ്ങൾ. വളരുന്ന സമയത്ത് പലപ്പോഴും കവറുകൾ വേണ്ടാത്തത് വളരും. അപ്പോഴാണ് അതിന് കവാത്തെടുക്കാനാണ് ഉസ്താദുമാര്. അവർ കവാത്തെടുത്ത് പലതും വെട്ടിമാറ്റണം. വളരുന്ന സ്വഭാവങ്ങളിലും സംസ്കാരങ്ങളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ പലപ്പോഴും കവാത്തെടുത്ത് വളർത്തണം കാപ്പിയെ. എന്നാലേ ആ കാപ്പിയിൽ കാപ്പിക്കുരു ഉണ്ടാവുകയുള്ളൂ. അപ്പോഴേ കർഷകന് ഫലം കിട്ടുകയുള്ളൂ. കവാത്തെടുക്കുമ്പോൾ കുറച്ചൊക്കെ വേദനിക്കും, കുറച്ചൊക്കെ വിഷമിക്കും. പക്ഷേ അതിന് കാപ്പിത്തോട്ടം കൃഷി ചെയ്യുന്ന മനുഷ്യൻ കാപ്പിത്തോട്ടത്തെ നന്നായി ശ്രദ്ധിക്കുന്നത് പോലെ, കുരുമുളക് വള്ളി പിടിച്ച് കെട്ടിക്കൊടുത്തിട്ട് വളർത്തിയെടുക്കുന്നത് പോലെ, അതേ കവുങ്ങിന്റെയും തെങ്ങിന്റെയും മുരട്ട് നിന്ന് വളം ചേർത്ത് കൊടുക്കുന്നത് പോലെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ നാല് ഭാഗത്ത് കറങ്ങി. അതാവശ്യമാണ് മുതഅല്ലിമീങ്ങളെ. അതില്ലാതെ നല്ല വിദ്യാർത്ഥികളെ വളർത്തെടുക്കാൻ കഴിയില്ല. നമ്മൾ മടിയന്മാരായി കിടന്നുറങ്ങിയാൽ നമുക്ക് ദീനിന്റെ പ്രവർത്തകന്മാരെ വളർത്തിയെടുക്കാൻ കഴിയില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഉസ്താദുമാരുടെ നിരന്തര ശ്രദ്ധ വേണം. മദ്രസയുണ്ട് ഇവിടെ എന്ന് കേട്ടു, അൽഹംദുലില്ലാഹ്. പക്ഷേ മദ്രസയിലെ പഠനം എന്ന് പറയുന്ന ക്ലിനിക്കിൽ പോയി മരുന്ന് വെപ്പിച്ചു പോകുന്നത് പോലെയാണ്. രാവിലെ വന്ന് കുറച്ച് സമയം അല്ലെങ്കിൽ വൈകുന്നേരം വന്ന് അതാ മരുന്നും വെപ്പിച്ച് മരുന്നും കുടിച്ചു പോകുന്ന ഏർപ്പാടാണ്. ദർസും അറബി കോളേജും ശരീഅത്ത് കോളേജും ദേവാ കോളേജും ഒക്കെ ഇത് ICUയിൽ കിടത്തിയുള്ള ചികിത്സയാണ്. 24 മണിക്കൂറും 4 ഭാഗത്തും ഡോക്ടർമാരാണ്, സിസ്റ്റർമാരാണ്. ഓരോ സെക്കൻഡിലും പരിശോധിക്കുകയാണ്, ഓരോ ജമാഅത്തും ശ്രദ്ധിക്കുകയാണ്. തസ്ബീഹിന്റെ സമയം പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. ഇറങ്ങിപ്പോകുമ്പോ നോക്കുകയാണ്, ഹദ്ദാദിന് ഇരുന്നിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ റൂമിൽ ചെന്ന് നോക്കുകയാണ്. ജമാഅത്തിന് പങ്കെടുത്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുകയാണ്. ICUയിൽ കിടത്തിയ രോഗിയെ പോലെ പരിചരിക്കുന്നതാണ് ദർസ്. അങ്ങനെ പരിചരിക്കുന്നതാണ് നമ്മുടെ ശരീഅത്ത് കോളേജ്, അങ്ങനെ പരിചരിക്കുന്നതാണ് നമ്മുടെ ദേവാ കോളേജ്. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അല്ലാഹു എല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ. പഠിച്ചവർക്കും നമുക്കും അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഓ മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം നിങ്ങൾ ഓർക്കണം. മനുഷ്യന് ഏറ്റവും വിശാലമായ സർവ ആശയങ്ങളും പഠിപ്പിച്ചു കൊടുത്ത മതമാണ് ഇസ്ലാം. അതിന്റെ വിശ്വാസം എന്താണ്, അതിന്റെ കർമ്മം എന്താണ്, അതിന്റെ സ്വഭാവം എന്താണ്, അതിന്റെ സംസ്കാരം എന്താണെന്ന് ലോകത്തിന് മാതൃകയാകേണ്ടവരാണ് നമ്മൾ. ആ മാതൃകാ ജീവിതം നയിക്കുന്ന നല്ല ഒരു സമൂഹത്തെ വളർത്തിയെടുക്കലാണ് ഈ അൽ ഖമറിന്റെ ലക്ഷ്യം, സിറാജുൽ ഹുദയുടെ ലക്ഷ്യം, മർകസു സഖാഫത്തി സുന്നിയുടെ ലക്ഷ്യം, നമ്മുടെ ആയിരക്കണക്കിന് ദീനീ സ്ഥാപനങ്ങളുടെ ലക്ഷ്യം. അതിന് കൈകോർത്ത് പിടിക്കണം, അതിനെല്ലാവരും സഹകരിക്കണം, എല്ലാവരും സഹായിക്കണം. കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ നിർദ്ദേശം സ്വീകരിച്ച് സംസ്കരണ പ്രവർത്തനത്തിനിറങ്ങുമ്പോ സഹകരണത്തിന് ആള് വേണമെന്ന് റബ്ബിനോട് ആവശ്യപ്പെട്ടില്ലേ? അതേ അർസിൽ മഅ അഖീ
ഹാറൂൻ, എന്റെ സഹോദരൻ ഹാറൂൻ നബിയെ കൂടി എനിക്ക് കിട്ടണം, ഒറ്റക്ക് കഴിയില്ല. മൂസാ നബി സഹകരണം തേടിയില്ലേ? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ലോകത്ത് ഏറ്റവും ബഹുമാനമുള്ള സ്ഥാപനം നിർമ്മിക്കുമ്പോ, കഅബ ശരീഫിന്റെ നിർമ്മാണം നടത്തുമ്പോ സ്വന്തം മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സഹകരണം തേടിയില്ലേ? സഹകരണമില്ലാതെ ഒരു പ്രവർത്തനവും വിജയിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ പ്രദേശത്തും പരിസരങ്ങളിലുമുള്ള ആണിനോടും പെണ്ണിനോടും പറയട്ടെ, സർവമതക്കാരോടും പറയട്ടെ, നിങ്ങളുടെ പരിപൂർണ സഹകരണം ഈ സ്ഥാപനം ഈ ചെറുപ്പക്കാർക്ക് വളർത്തിയെടുക്കാൻ നിങ്ങളെ പരിപൂർണ സഹകരണം വേണം. കുട്ടികളോട് കാരുണ്യം വേണമല്ലോ. ചെറുപ്പക്കാരായ ഉസ്താദുമാർ, ചെറുപ്പക്കാരായ പ്രവർത്തകന്മാർ, അല്ലാഹു അവർക്ക് ബറക്കത്ത് നൽകട്ടെ. അവരുടെ പ്രവർത്തനങ്ങളിൽ റബ്ബ് ബറക്കത്ത് നൽകട്ടെ. നിങ്ങളെ പരിപൂർണ സഹകരണം ഉണ്ടാകണമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുന്നു. ഇപ്പോൾ വരുന്നത് ജൂൺ മാസമാണ്, പിന്നെ ജൂലൈ ആണ്, പിന്നെ ആഗസ്റ്റ് ആണ്, റമദാനാണ്. അതുകൊണ്ട് ഇപ്പോൾ പ്രസംഗത്തിന് ആര് ക്ഷണിച്ചാലും 3 മാസത്തേക്ക് അതാ പ്രസംഗത്തിന് ഡേറ്റ് കൊടുക്കൂല. പക്ഷേ ഇന്ന് ഞാൻ കുറച്ചാൾക്ക് ഡേറ്റ് കൊടുത്തു. സിറാജുൽ ഹുദയിൽ കുറെ ആളുകൾ നേർച്ചകൾ തരാൻ വേണ്ടി തന്നെ വന്ന് ക്യൂ നിൽക്കുന്നവരുണ്ടായിരുന്നു. എല്ലാവരുടെയും വാക്കുകൾ കേട്ട് എല്ലാവരുടെയും നേർച്ച സ്വീകരിച്ച് ലാസ്റ്റ് ഒരു 5-8 ചെറുപ്പക്കാർ അവരിങ്ങോട്ട് വന്നൊരു 18-20 വയസ്സുള്ള ചെറുപ്പക്കാരായ കുട്ടികൾ, കണ്ണൂർ ജില്ലക്കാരാണ്. അവര് വന്ന് പറഞ്ഞു, പെട്ടെന്ന് ഞങ്ങളെ നാട്ടിൽ ഒരു പരിപാടി തരണം. ഞാൻ ഉടനെ ഡയറി എടുത്ത് അതാ ഈ ആഴ്ചയിൽ തന്നെ ഒരു ഡേറ്റ് കൊടുത്തു. കാരണം എന്താണ്? ചെറുപ്പക്കാര് വന്നതുകൊണ്ട് എനിക്കുണ്ടായ മനസ്സിന്റെ താല്പര്യമാണ്. ചെറുപ്പക്കാരായ കുട്ടികൾ ദീനീ പ്രവർത്തന രംഗത്ത് വരുമ്പോൾ ആവേശം പകരണം. അവർക്ക് നമ്മൾ നിർദ്ദേശം നൽകണം. അവരെ കൈപിടിച്ചുയർത്താൻ വേണ്ടി ശ്രമിക്കണം. അവരാണ് നമ്മുടെ സമുദായത്തിന്റെ, നമ്മുടെ പിൽക്കാലത്തുള്ള നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. നമ്മളെപ്പോഴും നാട്ടിന് സേവനം ചെയ്യുന്നവരാകണം, രാജ്യത്തിനും രാഷ്ട്രത്തിനും സേവനം ചെയ്യുന്നവരാകണം. ഒരിക്കലും വർഗീയവാദിയാകരുത്, ഭീകരവാദിയാകരുത്. മറിച്ച് സമാധാനകാംക്ഷിയായ, സമൂഹത്തിന് നേതൃത്വം നൽകുന്ന, സമൂഹത്തിന് നന്മ വിതറുന്ന നല്ല ജനങ്ങളായി ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്ന മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന വലിയ സമ്മാനമാണ്. അവനെ കാണാനുള്ള ഭാഗ്യം കേട്ടോ. അതാണ് മുഅ്തസിലത്തിന്റെ വാദം ശരിയല്ല. പടച്ചവനെ കാണാൻ കഴിയും, അത് സ്വർഗത്തിൽ കടന്നതിന് ശേഷമാണ്. പക്ഷേ അത് മനുഷ്യർക്കാണ്, അത് മൃഗങ്ങൾക്ക് അങ്ങനെ ഒരു പവർ പടച്ചവൻ കൊടുക്കുന്നില്ല. കാരണം മൃഗങ്ങൾ പടക്കപ്പെട്ടത് താൽക്കാലികമായിട്ടാണ്. മനുഷ്യ ജീവിതത്തിന് വേണ്ടി പടക്കപ്പെട്ട ജീവിയാണ് മൃഗങ്ങൾ. മറ്റ് ജീവജാലങ്ങൾ, മനുഷ്യനങ്ങനെയല്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു 9 മാസവും ദിവസവും ഒരു ഇടുങ്ങിയ ലോകത്ത് മാതാവിന്റെ വയറ്റിൽ കഴിച്ചുകൂട്ടി വൃത്തികെട്ടൊരു ലോകം. ഉമ്മ നല്ല ഉമ്മയാണ്, പക്ഷേ കിടന്ന സ്ഥലം വളരെ വൃത്തികെട്ടതാണ്. പക്ഷേ റബ്ബല്ലേ രോഗം കൊടുക്കുന്നവൻ. 10 മാസത്തോളം വൃത്തികെട്ട ഒരു വെള്ളത്തിൽ കിടന്നിട്ട് ഒരു ദിവസം പോലും ജലദോഷം പിടിച്ചില്ല, തലവേദന ഉണ്ടായില്ല, മൂക്കിൽ നിന്ന് തുമ്മിത്തെറിച്ചില്ല. 9 മാസത്തോളം ചളിയിൽ കിടന്നു, നജസിൽ കിടന്നു മനുഷ്യൻ. ഇടുങ്ങിയ ലോകത്ത് നിന്ന് വിശാലമായ ഭൂമിയിലേക്ക് വന്നു. അവിടെ കിടക്കുമ്പോൾ ഇങ്ങനൊരു ലോകത്തേക്കാണ് വരുന്നതെന്ന ധാരണ ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നിട്ടും തൽക്കാലം വിവരങ്ങളില്ല. കുറെ ദിവസം കഴിഞ്ഞിട്ടല്ലേ ഞാൻ വന്നതൊരുടുങ്ങിയ ലോകത്ത് നിന്നാണെന്നും ഇപ്പോൾ ഞാനൊരു വിശാലമായ ഭൂമിയിലാണെന്നും ഇവിടെ എനിക്കൊരുപാട് കാലമുണ്ടായി എന്നും നമുക്ക് ബോധ്യപ്പെട്ടത് പിന്നെയല്ലേ. എന്നാൽ മനുഷ്യ, കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബ് ഔ അബിറു സബീൽ. ഈ
ലോകവും നിനക്ക് കാലകാലമുള്ള ലോകമല്ല, ഇതൊരു യാത്ര മാത്രമാണ്. ഇവിടുന്ന് പോയാൽ വിശാലമായ ലോകത്ത് അവസാനിക്കാത്ത കാലം നീണ്ട ജീവിതം നയിക്കേണ്ടതുണ്ട്. അവിടെ ജീവിക്കുന്നവൻ ആരാണ്? അള്ളാഹുവിനെ അറിഞ്ഞവനാണ്, അള്ളാഹുവിലേക്ക് മനസ്സ് തിരിഞ്ഞവനാണ്, അള്ളാഹുവിന് കീഴ്പ്പെട്ടവനാണ്, അവനെ വണങ്ങിയവനാണ്, അവനെ വഴിപ്പെട്ടവനാണ്, അവൻ വിരോധിച്ച കള്ള് ഒഴിവാക്കിയവനാണ്, അവൻ വിരോധിച്ച വ്യഭിചാരത്തിന് പോകാത്തവനാണ്, അവൻ വിരോധിച്ച വഞ്ചന നടത്താത്തവനാണ്, അവൻ വിരോധിച്ച കള്ളം പറയാത്തവനാണ്, അവൻ വിരോധിച്ച കളവ് നടത്താത്തവനാണ്, അവൻ വിരോധിച്ച ബാപ്പുമ്മയെ ധിക്കരിക്കുന്ന സ്വഭാവമില്ലാത്തവനാണ്, നാട്ടിന് നന്മ ചെയ്യുന്നവനാണ്, സൽക്കർമ്മി ജീവിച്ചവനാണ്. ആ ജീവിതം നയിക്കാൻ എന്ത് വേണം, എന്ത് വിശ്വസിക്കണം, എന്ത് പ്രവർത്തിക്കണം, അത് പഠിക്കാനുള്ള അറിവാണ് പരിശുദ്ധ ദീനിന്റെ അറിവ്. ആ അറിവ് നേടുന്ന സ്ഥാപനങ്ങൾ, ആ അറിവ് നേടിക്കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, അതിന് ബറക്കത്തുണ്ട്, സംശയം വേണ്ട. ഈ സ്ഥാപനത്തിന് നേർച്ച ചെയ്തിട്ട് വലിയ ബറക്കത്തുണ്ടായി എന്ന് നിങ്ങൾ കേട്ടുവല്ലോ. ഓ മുഅ്മിനീങ്ങളെ, ഇഖ്ലാസോടെയാണോ നമ്മുടെ പ്രവർത്തനം? പടച്ച റബ്ബിന്റെ പൊരുത്തമാണോ ലക്ഷ്യം? എങ്കിൽ നമ്മൾ തൊടുന്നതിനൊക്കെ ബറക്കത്തുണ്ടാകും, സംശയം വേണ്ട. ഈ സ്ഥാപനത്തിനും റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ ബറക്കത്തിനെയും ചൊരിച്ചു കൊടുക്കട്ടെ. ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. ഓ മുഅ്മിനീങ്ങളെ, മരണം നമ്മുടെ മുന്നിലുണ്ടെന്ന ബോധത്തോടെ ജീവിക്കാൻ നമുക്ക് കഴിയണം. എൻ്റെ ചെറുപ്പക്കാരായ കുട്ടികളെ, എൻ്റെ യുവാക്കളെ, ഏത് പ്രവർത്തനം നടത്തുമ്പോഴും മില്ലത അബീകും ഇബ്രാഹിം നബിയുടെ മില്ലത്ത് ഓർമ്മിക്കണം. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫ്അൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ. ഈമാനുള്ള ജനങ്ങളെ, നിങ്ങൾ റുക്കൂ ചെയ്യൂ, സുജൂദ് ചെയ്യൂ. അതിനർത്ഥം ഇടക്കിടക്ക് സുജൂദ് ചെയ്യണോന്നല്ല കേട്ടോ, അങ്ങനെ ഒരു തരീക്കത്തിന്റെ അടുത്തുണ്ടായിരുന്നു. അങ്ങനല്ല, അതിന്റെ അർത്ഥം റുക്കൂ ചെയ്യണേ, സുജൂദ് ചെയ്യണേ എന്ന് പറഞ്ഞാൽ നിസ്കരിക്കണേ. അതിനങ്ങനെയാ പറഞ്ഞത്. ഹോട്ടലിൽ കയറിയിട്ട് ചോറ് വേണേ എന്ന് പറഞ്ഞാൽ അതാദ്യം തന്നെ വരുന്നത് ഉപ്പേരിയാണ്, പിന്നെ പപ്പടമാണ്, പിന്നെ അച്ചാറാണ്, പിന്നെ മീൻകറിയാണ്. പറഞ്ഞതെന്താണ്? ചോറാണ്. പക്ഷേ പ്രധാനപ്പെട്ട ചോറ് പറഞ്ഞപ്പോ മറ്റുള്ളതൊക്കെ അതിൽ ഉൾപ്പെട്ടു പോയി. ഇതുപോലെ അല്ലാഹു പറഞ്ഞു, റുക്കൂ ചെയ്യണേ, സുജൂദ് ചെയ്യണേ. അതിനർത്ഥം സല്ലൂ, നിങ്ങൾ നിസ്കരിക്കണേ. പ്രധാനപ്പെട്ടത് പറഞ്ഞതാണ്, മറ്റുള്ളത് പറയേണ്ടതില്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ. എന്നിട്ടല്ല പറഞ്ഞു, വഅബ്ദു റബ്ബക്കും, നിങ്ങളെ റബ്ബിന് നിങ്ങൾ ഇബാദത്തെടുക്കണേ. വഫ്അലുൽ ഖൈർ, നിങ്ങൾ നല്ല കാര്യം ചെയ്യണേ, നല്ല കാര്യം ചെയ്യണേ. ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകും. ഇത് പറഞ്ഞിട്ട് റബ്ബ് പറഞ്ഞു, വജാഹിദൂ ഫില്ലാഹി ഹഖ്ക ജിഹാദി, അല്ലാഹുവിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ച് നിങ്ങൾ അങ്ങേയറ്റത്തെ കഠിനാധ്വാനം ചെയ്യണേ. സ്ഥാപനങ്ങൾ വളർത്തിയെടുക്കാൻ, ലോകത്തിന് നന്മ ചെയ്യാൻ, ആർഇസിയിലെ വിദ്യാർത്ഥികൾക്ക് ഇൽമു പഠിപ്പിക്കാൻ, ദർസിലെ മുതഅല്ലിമീങ്ങളെ വളർത്താൻ, നാട്ടിന് പുരോഗതി ഉണ്ടാക്കാൻ, പാവപ്പെട്ടവരെ കണ്ണീരൊപ്പാൻ, അതിനൊന്നും ചെറിയ പ്രയാസമല്ല, നല്ല പ്രയാസം നേരിടും. അത് നേരിടാൻ സന്നദ്ധത വേണം. വജാഹിദൂ ഫില്ലാഹി ഹഖ്ക ജിഹാദി. SYSന്റെ പ്രവർത്തകരെ, SSFന്റെ പ്രവർത്തകരെ, കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കണം. മടിയന്മാരായിരിക്കരുത്. ഏതോ ഒരു മനുഷ്യന്റെ ദുന്യാവിലുള്ള സ്ഥാനമാനത്തിന് വേണ്ടി ഉറക്കമൊഴിച്ചിട്ട് എത്ര മാസമാണ് ജനങ്ങൾ ഉറക്കമൊഴിച്ച് കഠിനാധ്വാനം ചെയ്യുന്നത്? എന്തിന്? ഏതോ ഒരു മനുഷ്യൻ പഞ്ചായത്തിന് ജയിക്കാൻ, കോർപ്പറേഷനിൽ ജയിക്കാൻ, വേറൊരുത്തൻ MLA ആകാൻ, മറ്റൊരാള് മന്ത്രിയാകാൻ. എത്ര ജനങ്ങളാ കഠിനാധ്വാനം ചെയ്യുന്നത്? നമ്മളെ ആഖിറത്തിന് വേണ്ടി നമുക്കൊന്നുറക്കമൊഴിച്ചുകൂടെ?
നമുക്കൊന്ന് പ്രവർത്തിച്ചുകൂടെ? SYS-ന്റെ പ്രവർത്തനങ്ങൾ സജീവമാക്കണം, SSF-ന്റെ പ്രവർത്തനങ്ങൾ സജീവമാകണം. നമ്മുടെ സ്ഥാപനങ്ങൾ വളർന്ന് പന്തലിക്കണം. അതിന് കഠിനാധ്വാനം ചെയ്യണം. വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി. അധ്വാനിക്കാൻ കഴിയുന്നതിന്റെ പരമാവധി നിങ്ങൾ അധ്വാനിക്കണം. ഇത് പറഞ്ഞിട്ട് റബ്ബ് പറയുകയാണ്, വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ഓ ജനങ്ങളെ, അല്ലാഹുവിന്റെ ദീനിൽ നിങ്ങൾക്ക് പ്രയാസങ്ങളൊന്നും അല്ലാഹു തന്നിട്ടില്ല. നിന്ന് നിസ്കരിക്കാൻ കഴിയാത്തവന് പിടിച്ചിട്ട് നിൽക്കാമല്ലോ, അതിനും കഴിയാത്തവന് ഇരുന്ന് നിസ്കരിക്കാമല്ലോ. കഴിയാത്തതൊന്നും റബ്ബ് കൽപ്പിച്ചിട്ടില്ല. ഇത് പറഞ്ഞുകൊണ്ട് റബ്ബദാ നമ്മളെ പഠിപ്പിക്കുന്നു, വജാഹിദു ഫില്ലാഹി ഹഖ്ഖ ജിഹാദിഹി ഹുവജ്തബാകും. അല്ലാഹയാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. നിങ്ങൾ കഠിനാധ്വാനം ചെയ്യണം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി. ഹുവജ്തബാകും, അവനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. ദീനിന്റെ വക്താക്കളായി, ദീനിന്റെ പ്രവർത്തകരായി അല്ലാഹയാണ് നിങ്ങളെ തെരഞ്ഞെടുത്തത്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. ദീനിൽ ഒരു പ്രയാസവും റബ്ബ് തന്നിട്ടില്ല. മില്ലത അബീക്കും ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് സ്വീകരിച്ച് നിങ്ങൾ നീങ്ങളും. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് അറിയാമല്ലോ. സ്വന്തം എളാപ്പ, അതാ സ്വന്തം പിതൃ സഹോദരൻ തെറ്റ് ചെയ്തപ്പോൾ എളാപ്പയെ വിളിച്ചത് ബാപ്പ എന്നാണ്. തെറ്റ് ചെയ്തവനെ ദുഷിച്ചും ശപിച്ചും മാറ്റി നിർത്തുന്നതിന് പകരം, തെറ്റ് ചെയ്തവരെ നിസ്സാരപ്പെടുത്തി നിന്ദിക്കുന്നതിന് പകരം, യാ അബതി ഫഅൽ യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. എളാപ്പയെ ബാപ്പ എന്ന് വിളിക്കുന്ന സ്വഭാവം, അതേ ശത്രുക്കളെ എൻ്റെ സുഹൃത്തുക്കളെ എന്ന് വിളിക്കുന്ന സ്വഭാവം, എതിരാളികളെ അതാ സ്വഭാവം കൊണ്ട് കീഴ്പ്പെടുത്തുന്ന ശൈലി, ആ ശൈലിയിലാണ് ദീനീ പ്രവർത്തനം നടക്കേണ്ടത്. ശത്രുവിനെ കൂടുതൽ ശത്രുതയിലേക്ക് നയിക്കുന്നതിന് പകരം വയദ്റഊന ബിൽ ഹസനത്തി സയ്യിആ, നന്മ കൊണ്ട് തിന്മയെ തടുക്കുന്ന സ്വഭാവം, അതല്ലേ ഇബ്രാഹിം നബിയുടെ മില്ലത്ത്. മില്ലത്ത് അബീക്കും ഇബ്രാഹിം. പക്ഷേ സ്വന്തം കാര്യത്തിന് വില കൽപ്പിക്കുന്നില്ല. പടച്ചവന്റെ കൽപ്പന വന്നപ്പോ സ്വന്തം ഭാര്യയെയും കുട്ടിയെയും ആരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി പടച്ചവന്റെ മേലേൽപ്പിച്ചു വരുന്നതിനൊരൽപ്പവും മടിയില്ല. സ്വന്തം മകനെ അറുക്കാൻ പറഞ്ഞപ്പോ റബ്ബിന്റെ കൽപ്പനയ്ക്ക് വിധേയമാകുന്നതിന് ഒരൽപ്പവും തന്നെ വിഷമമില്ല. സ്വന്തം ശരീരം തീക്കുണ്ടാരത്തിലേക്ക് എറിയപ്പെടുമ്പോ പടച്ചവന്റെ മേൽ തവക്കുലാക്കിയതിനാൽ എന്റെ റബ്ബിനെന്റെ രഹസ്യമറിയാമല്ലോ, എന്റെ പരസ്യമറിയാമല്ലോ. ഞാൻ എന്തിന് റബ്ബിനോട് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ? അവനുണ്ടല്ലോ, അവൻ മതിയല്ലോ. ആ റബ്ബിലേക്ക് പൂർണ്ണമായി മുറിഞ്ഞു നീങ്ങിയ മനസ്സ്, അതാണ് മുഅ്മിനീങ്ങളെ ഇബ്രാഹിം നബിയുടെ മില്ലത്ത്. മില്ലത്ത് അബീക്കും ഇബ്രാഹിം ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ. ഈ ഖുർആനിലും പൂർവകാല ഗ്രന്ഥങ്ങളിലും നിങ്ങൾക്ക് അല്ലാഹു വെച്ച പേര് വർഗീയവാദി എന്നല്ല, തീവ്രവാദി എന്നല്ല, ഭീകരവാദി എന്നല്ല. നിങ്ങൾക്ക് വെച്ച പേര് മുസ്ലിമീങ്ങൾ എന്നാണ്. സമാധാന പ്രേമികൾ, വണക്കം ചെയ്യുന്നവർ, താഴ്മ കാണിക്കുന്നവർ, അനുസരണമുള്ളവരെന്ന അർത്ഥമല്ലേ? ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ ലിയകൂന റസൂലു ശഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്. നേതൃത്വം കൊടുക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മാതൃകാ പുരുഷനാണ്, എല്ലാവർക്കും സാക്ഷിയാണ്. ഉസ്താദുമാര് ശിഷ്യന്മാർക്ക് മാതൃകയാകണം.
സാക്ഷിയാകണം. നേതാക്കൾ അനുയായികൾക്ക് മാതൃകയാകണം, സാക്ഷിയാകണം. വതകൂനു ശുഹദാ അലന്നാസ്, ജനങ്ങൾക്ക് മുഴുവനും സമുദായം സാക്ഷിയാകണം. സമുദായം അതാ ജനങ്ങൾക്ക് മുഴുവനും മാതൃകയാകണം. ഇത് പറഞ്ഞിട്ട് റബ്ബ് പറഞ്ഞു ഫഅഖീമുസ് സലാത്ത വആതുസ് സകാത്ത്, അതുകൊണ്ട് നിങ്ങൾ മുറക്ക് നിസ്കാരം നിർവഹിക്കണേ, സകാത്ത് കൊടുത്തു വീട്ടണേ. വയത്തസിമൂ ബില്ലാഹ്, അല്ലാഹുവിനെ മുറുകെ പിടിച്ച് ജീവിക്കണേ. ഹുവ മൗലാക്കും, നിങ്ങളുടെ സംരക്ഷകൻ അല്ലാഹുവാണ്. ഏതെങ്കിലും പാർട്ടിക്കാരല്ല, ഏതെങ്കിലും കക്ഷികളല്ല, നമ്മുടെ സംരക്ഷകൻ അല്ലാഹുവാണ്. ഏത് കക്ഷികൾ മുഖേന, ഏത് എഞ്ചിനീയർ മുഖേന, ഏത് ഡോക്ടർ മുഖേന, ഏത് പണക്കാരൻ മുഖേന, ഏത് പാർട്ടിക്കാരൻ മുഖേന, ഏത് ഉദ്യോഗസ്ഥൻ മുഖേന, ഏത് ജഡ്ജി മുഖേന, ഏത് സർക്കാർ മുഖേന, ഏത് കക്ഷി മുഖേന എന്ത് കിട്ടുന്നുണ്ടോ അത് മുഴുവനും റബ്ബ് തീരുമാനിച്ച് നൽകുന്നതാണ്. എല്ലാം കൊടുക്കുന്ന രാജാവ് അല്ലാഹ്. മറ്റുള്ളതെല്ലാം നിമിത്തങ്ങളാണ്. മലക്കുകൾ മുഖേനയാണെങ്കിലും ശരി, ഔലിയാക്കൾ മുഖേനയാണെങ്കിലും ശരി, അമ്പിയാക്കൾ മുഖേനയാണെങ്കിലും ശരി, തന്ത്രം മുഖേനയായാലും മന്ത്രം മുഖേനയായാലും യന്ത്രം മുഖേനയായാലും എല്ലാം നൽകുന്നവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ദുബായിൽ നിന്ന് പറന്നുയർന്ന പ്ലെയിന് നിലത്ത് വീണ് പൊട്ടിപ്പിളർന്നിട്ട് കത്തിക്കരിയുമ്പോൾ 5-8 ആളുകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയ റബ്ബ്, നിശ്ചയിച്ചതുപോലെ ഓരോന്നും നടത്തുന്ന റബ്ബ് യന്ത്രമല്ല, സംരക്ഷണം നൽകുന്നവനല്ല. യന്ത്രം കാരണമാണ്, മന്ത്രം കാരണമാണ്, തന്ത്രം കാരണമാണ്, ഉദ്യോഗസ്ഥന്മാര് കാരണമാണ്. അതേ, ഓരോന്നും കാരണങ്ങളാണ്, നിമിത്തങ്ങളാണ്. പണ്ഡിതന്മാരും ഔലിയാക്കളും സാലിഹീങ്ങളും മലക്കുകളും അമ്പിയാക്കളും കറാമത്തും മുഅ്ജിസത്തും ബറകത്തും എല്ലാം കാരണങ്ങളാണ്. യഥാർത്ഥത്തിൽ സംരക്ഷകൻ അല്ലാഹ്. ഹുവ മൗലാക്കും, അവനാണ് നിങ്ങളെ സംരക്ഷകൻ. ഫനിഅമൽ മൗലാ വനിഅമൻ നസീർ, അവനല്ലേ സംരക്ഷകൻ, അവനല്ലേ സഹായിക്കുന്നവൻ, അവനല്ലേ അതിന് കൊള്ളാവുന്നവൻ. സുഹൃത്തുക്കളെ, ആ റബ്ബിലേക്ക് മനസ്സ് തിരിഞ്ഞൊരു ജീവിതം നയിക്കാൻ നമുക്കും നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. ചെറുപ്പക്കാർക്ക് എഴുന്നേറ്റ് നിൽക്കണം. ബറക്കത്തിന് വേണ്ടി ഒരു ചെറിയ സംഭവം പറയുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആ ഹിജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനെ. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ സദസ്സിലേക്ക് വരണം. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആക്ക് ഉത്തരമുള്ള മജ്ലിസാക്കണം റഹ്മാനെ. ഓ സഹോദരന്മാരെ, ഞാൻ എന്റെ പ്രിയപ്പെട്ട സഖാഫികൾ ഇവിടെ ദർസ് നടത്തുന്ന 3 പേരും സിറാജുൽ ഹുദയിൽ പഠിച്ച് പിന്നീട് മർക്കസിൽ പോയി ബിരുദമെടുത്തവരാണ്. ആ എന്റെ കർണലിന്റെ കഷ്ണങ്ങളായ കുട്ടികളും അതുപോലെ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതന്മാരും സുഹൃത്തുക്കളും മുതഅല്ലിമീങ്ങളും എല്ലാവരും ഓർമ്മിക്കാൻ വേണ്ടി പറയുന്നു, നമുക്കാർക്കും തന്നെ ധൈര്യം ഇല്ല. എനിക്ക് 3 വിഷയത്തിൽ തീരെ ധൈര്യമില്ല. ഒരു വിഷയത്തിൽ ധൈര്യമുണ്ട്. ധൈര്യമുള്ളത് എന്താണ്? അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുമ്പോൾ സത്യമാണെന്ന് ബോധ്യപ്പെട്ടതിലേക്ക് മാത്രമേ ജീവിതത്തിൽ ആളുകളെ ക്ഷണിച്ചിട്ടുള്ളൂ. തെറ്റാണെന്ന് ഉറപ്പുള്ളത് മാത്രമേ വിമർശിച്ചിട്ടുള്ളൂ. അതിൽ എനിക്ക് ധൈര്യത്തോടെ അത് പറയാൻ കഴിയും. അതേ സമയത്ത് 3 വിഷയത്തിൽ ധൈര്യമില്ലെന്ന് പറഞ്ഞത് എന്താണ്? 30 കൊല്ലമായി ഏകദേശം വാള് പറയുന്നുണ്ട്. 20-ലധികം വർഷമായി സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. 40ഓളം കൊല്ലമായി നിസ്കരിക്കുന്നുണ്ട്. ഇങ്ങനെ പലതും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്റെ റബ്ബ് എന്തൊക്കെ സ്വീകരിച്ചു,
ഏതെങ്കിലും ഒന്നെങ്കിലും സ്വീകരിച്ചു കിട്ടിയോ? കിട്ടിയെന്ന് പറയാൻ ധൈര്യമില്ല. പാസ്പോർട്ട് ഓഫീസിൽ പോയി ഞാൻ പണമടച്ചപ്പോൾ എൻ്റെ അപേക്ഷ സ്വീകരിച്ചു എന്നതിന്, എൻ്റെ പണം സ്വീകരിച്ചു എന്നതിന് റസീപ്റ്റ് കിട്ടി. ഇന്ന് വരെ നിസ്കരിച്ച ഒരൊറ്റ നിസ്കാരത്തിനും റസീപ്റ്റ് കിട്ടിയിട്ടില്ല. ഇന്ന് വരെ കൊടുത്ത ഒരു സദഖക്കും റസീപ്റ്റ് കിട്ടിയിട്ടില്ല. ഒരു ഹജ്ജിനും ഉംറക്കും സിയാറത്തിനും സലാത്തിനും ദിക്റിനും സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വകയിലും ഒന്നിനും തന്നെ റസീപ്റ്റ് കിട്ടിയിട്ടില്ല. എൻ്റെ റബ്ബ് കബൂൽ ചെയ്തു എന്നതിന് റസീപ്റ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഉറപ്പ് പറയാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ ഒരല്പവും ഞാനൊരു വലിയ പ്രവർത്തകനാണെന്നോ ഞാൻ ഇന്ന സേവനം ചെയ്തുവെന്നോ പറഞ്ഞ് അഭിമാനിക്കാൻ അവകാശമില്ല, അഹങ്കരിക്കാൻ നിവൃത്തിയില്ല. കാരണം എൻ്റെ രാജാവ് ഇത് സ്വീകരിച്ചു എന്നതിന് ഒരുറപ്പും കിട്ടിയിട്ടില്ല. റബ്ബേ, അടിയങ്ങളായ ഞങ്ങളെ അമലുകൾ നീ സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊരാളോടും പറയാനില്ല. لليل جميع حاجاتي أيا جال الملمات بأهل البدر يا الله. എന്ന് ഞങ്ങളെ ഉസ്താദുമാരെ പരമ്പരയിൽപ്പെട്ട വളപ്പിൽ ഹസൻകുട്ടി മുസ്ലിയാരിനെ അല്ലാഹു മർക്കദഹു ബദരീകളെ തവസ്സുലാക്കി ചോദിച്ചില്ലേ? അതാ ഞങ്ങളും നിന്നോട് പറയുന്നു, അല്ലാഹ് നിന്റെ സാലിഹീങ്ങളെയും മഹാന്മാരെയും സ്നേഹിച്ചതല്ലാതെ ഞങ്ങളെ കയ്യിൽ സമ്പാദ്യങ്ങളില്ല. ഞങ്ങളെ അമലുകളൊക്കെ അവരുടെ ബറക്കത്ത് കൊണ്ട് നീ സ്വീകരിക്കണം റഹ്മാനേ. ഓ മുഅ്മിനീങ്ങളെ, ആർക്കും ധൈര്യമില്ലല്ലോ പറയാൻ, ഇതുപോലെ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു ഹറാമും ചെയ്തിട്ടില്ല, ഒരു കറാഹത്തും സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ ധൈര്യമില്ല. എൻ്റെ ജീവിതത്തിൽ ഒരു ഫർളും സുന്നത്തും ഒഴിഞ്ഞു പോയിട്ടില്ല, അങ്ങനെ പറയാൻ ധൈര്യമില്ല. നമ്മളെല്ലാം അബദ്ധങ്ങൾ വന്നു പോകാൻ സാധ്യതയുള്ളവരാണ്, തെറ്റൂറ്റങ്ങൾ വന്നു പോകാൻ സാഹചര്യങ്ങളുള്ളവരാണ്, ദുർബലന്മാരാണ്, അറിവ് കുറഞ്ഞവരാണ്. നമുക്ക് റബ്ബിനോട് താണുകേണ് പറഞ്ഞ് അവന്റെ റഹ്മത്ത് കൊണ്ട് രക്ഷപ്പെടലല്ലാതെ നമ്മുടെ ഏതെങ്കിലും ഗുണങ്ങളെ കൊണ്ട് രക്ഷപ്പെടുമെന്നൊരു ചിന്ത നമ്മളെ ഖൽബിൽ വളർന്നു വന്നുകൂടാ. അതോടുകൂടി ഞാൻ പറയട്ടെ, സമൂഹത്തിന് സേവനം ചെയ്യുമ്പോൾ എൻ്റെ ചെറുപ്പക്കാരെ, സമൂഹം നമ്മളെ ബഹുമാനിക്കും, ആദരിക്കും. അത് കണ്ടൊരിക്കലും പെട്ടുപോകരുത് കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ കാറിൽ കയറി വന്നു. മലപ്പുറം ജില്ലയിലെ ഒരു നല്ല മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ട സമയത്ത് എന്നോട് സങ്കടം പറഞ്ഞു. അദ്ദേഹത്തോട് ബിസിനസ്സിന് പോകാൻ ഞാൻ ആവശ്യപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് ചെറിയ ബറക്കത്ത് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ഖൽബിൽ റബ്ബ് തോന്നിപ്പിച്ചു, എനിക്കൊരു കാർ വാങ്ങി തന്നു. അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗത്തിൽ വീട് നൽകട്ടെ. എൻ്റെ വീടാണത്. കാരണം എൻ്റെ ഏകദേശ സമയവും കാറിലാണ്. എന്നെക്കാൾ കൂടുതലാണ് കാന്തപുരം ഉസ്താദ്, നമ്മുടെ നേതാക്കൾ പലരും. അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. നമുക്ക് ഏത് സഹായം ഏത് വിഷയത്തിൽ ആര് ദീനിന്റെ പ്രവർത്തനത്തിന് ചെയ്തു തന്നോ, അവരുടെ ബിസിനസ്സുകളിൽ, ജോലികളിൽ, ആയുസ്സിൽ, കുടുംബങ്ങളിൽ, അവരുടെ മുഴുവൻ വിഷയങ്ങളിലും നീ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗം തരണേ റഹ്മാനെ. ഓ മുഅ്മിനീങ്ങളെ, ഇപ്പോൾ വന്നത് കാറിലാണ്. പക്ഷേ നാളെ ഒരു ദിവസം എൻ്റെ ശിഷ്യന്മാരും എൻ്റെ മക്കളുമൊക്കെ കൂടി മയ്യിത്ത് കട്ടിലിൽ കയറ്റും. എല്ലാ ദിവസവും എനിക്ക് കാറിൽ യാത്രയില്ല, നിങ്ങൾക്കുമില്ല. ഒന്നുകൂടി പറയട്ടെ, ഞാനിപ്പോൾ വരുമ്പോൾ തേച്ച കുപ്പായം ഇട്ട് വന്നു. അതെന്റെ ശിഷ്യന്മാരോ ഭാര്യയോ എനിക്ക് തേച്ചു തന്നതാകാം. പക്ഷേ എൻ്റെ കഫൻ തുണി അവരാരും തേച്ചു തരില്ല. എൻ്റെ ബാപ്പയുടെ കഫൻ തുണി ഞാൻ തേച്ചു കൊടുത്തിട്ടില്ല.
ഇപ്പൊ വരുമ്പോൾ കൈക്ക് മോതിരം ധരിച്ചു വന്നു. ഇവിടെ സ്വർണം കൊടുത്ത ഒരുപാട് ഉമ്മമാരുണ്ടെന്ന് എന്നോട് അൻവർ സഖാഫി പറഞ്ഞു. അല്ലാഹുവേ, ആ ഉമ്മമാർക്കൊക്കെ നീ സ്വർഗത്തിൽ സ്വർണം നൽകണം റഹ്മാനെ. ഇവിടെ നീ ഖൈറും ബറക്കത്തും ഹലാലായത് വർദ്ധിപ്പിക്കണം റഹ്മാനെ. ഇന്നലെ ഞാൻ കായംകുളത്ത് പ്രസംഗിക്കുമ്പോൾ സ്വർണം കൊടുത്തയച്ചവരുണ്ട് സിറാജുൽ ഹുദയിലേക്ക് നേർച്ച. ഇന്ന് നേരം വെളുത്തതിന് ശേഷം അതാ ചെറിയ കുട്ടിയെ എടുത്തുകൊണ്ട് വന്ന് മക്കളില്ലാതിരുന്നു 10 കൊല്ലമായി ഇല്ലായിരുന്നു കുട്ടിയായി എന്ന് പറഞ്ഞിട്ട് നേർച്ച ചെയ്ത വലിയ സ്വർണത്തിന്റെ മാല തന്നവരുണ്ട്. അല്ലാഹുവേ, ആരെന്ത് വിഷയത്തിന് ഈ സ്ഥാപനത്തിലേക്ക് സിറാജുൽ ഹുദയിലേക്ക് മർക്കസിലേക്ക് ഞങ്ങളെ സ്ഥാപനങ്ങളിലെ കാര്യനേർച്ച ചെയ്തോ അവർക്ക് നീ ഫലം കൊടുക്കണം റഹ്മാനെ. ഞാൻ പറഞ്ഞു വന്നത്, ഓ സഹോദരന്മാരെ, എല്ലാ സ്വർണവും വെള്ളിയുമൊക്കെ സഹോദരിമാരെ മരണം വരെയല്ലേ. എന്റെ കയ്യിലുള്ള ഈ മോതിരം വെള്ളി മോതിരം സുന്നത്താണ്. എന്റെ ബാപ്പ ധരിച്ചിരുന്ന കല്ല് ഞാൻ ബാപ്പയുടെ ജീവിതകാലത്ത് ചോദിച്ച് ഞാൻ എനിക്കൊരു ഓർമ്മയ്ക്ക് വേണ്ടി വാങ്ങി വെച്ചതാണ്. എന്നിട്ടും എന്റെ കുടുംബത്തിലുള്ളവരെ കൊണ്ട് വഫാത്തിന് ശേഷം ഞാൻ പൊരുത്തപ്പെടിച്ചിട്ടുണ്ട്. പറഞ്ഞു വരുന്നത്, ഈ മോതിരം ഒരു ദിവസം എന്റെ മക്കൾ ഊരി വെക്കും, എന്നിട്ട് എന്റെ കയ്യിന്റെ വിരലുകൾക്കിടയിൽ വെക്കും. ഇപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ എന്റെ മുഖത്തൽപ്പം ചളി തെറിച്ചു പോയാൽ നിങ്ങൾ വെള്ളവും എടുത്ത് കഴുകാൻ വരും, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വെള്ളമൊഴിച്ചു തരും. എന്നാൽ പറയട്ടെ, ഒരു ദിവസം എന്നെ കൊണ്ടുപോയി ഖബറിൽ കിടത്തും. ഇപ്പോൾ വന്നാൽ നിങ്ങൾ കട്ടിൽ തന്നേക്കും, എനിക്ക് കിടക്ക തന്നേക്കും നിങ്ങളെ വീട്ടിൽ. പക്ഷേ ഒരു ദിവസം നിങ്ങളെല്ലാം കൂടി എന്നെ ഖബറിൽ കൊണ്ടുപോയി വെക്കും. കട്ടിലില്ല, വിരിപ്പില്ല, പായയില്ല, ഫാനില്ല, AC ഇല്ല. അവിടെ വെക്കുന്ന സമയത്ത് അതുകൊണ്ട് തീർന്നില്ല. നിങ്ങളതാ എന്റെ മുഖത്ത് നിന്ന് അല്പം കവന്തുണി നീക്കിയിട്ട് അതാ മണ്ണ് വെള്ളം കൊണ്ട് കുഴച്ച മണ്ണെടുത്തിട്ട് എന്റെ കവിൾത്തടത്തിനൊട്ടി അതാ ഒട്ടിച്ചു വെക്കുന്നു. ചളി തെറിച്ചാൽ വെള്ളവും കൊണ്ടോടി വരുന്ന ശിഷ്യന്മാർ, വെള്ളവും കൊണ്ടോടി വരുന്ന സുഹൃത്തുക്കൾ, മോമിനീകൾ, മക്കൾ, അവരതാ എന്റെ കവിൾത്തടത്തിൽ ഒരു ദിവസം അതാ ചളിമണ്ണ് വെക്കുന്നു. ഇതെനിക്കും നിങ്ങൾക്കുമൊക്കെ അനുഭവിക്കാനുണ്ട്. ഈ ബോധത്തോടെ ജീവിച്ച് മരിക്കണേ മുസ്ലിമീങ്ങളെ, ആ ബോധത്തോടെ പ്രവർത്തിക്കണേ ചെറുപ്പക്കാരെ, ആ ബോധത്തോടെ ചിന്തിച്ച് നീങ്ങണേ മുഅ്മിനീങ്ങളെ. ആ ചിന്തയിൽ നിന്ന് വേണം നമ്മുടെ സ്ഥാപനങ്ങളെ പ്രവർത്തനങ്ങൾ, ആ ചിന്തയിൽ നിന്ന് വേണം നമ്മുടെ സംഘടനയുടെ പ്രവർത്തനങ്ങൾ. ജനങ്ങളെ ആദരവ് കണ്ട് പെട്ടുപോകരുത്, ജനങ്ങൾ കുറ്റം പറഞ്ഞാ മനസ്സിന് വിഷമം തോന്നരുത്. നമ്മൾ റബ്ബിന്റെ പൊരുത്തം ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം ഈമാനു മർഇൻ ലാ യകൂനു തകമല ഹത്താ യറാ നസം ബിമിലിം മുസ്തില ഫയകൂനു മദ്ഹൂഹും വദബൂഹും സവാ ലം യഖ്സൽ ഉമതലഇമിൻ ഫീ ദിൽ ഉലാ. ഒരുത്തന്റെയും ആക്ഷേപം കേൾക്കുമ്പോൾ മനസ്സ് വിഷമിക്കാതെ, ആരെത്ര ബഹുമാനിച്ചാലും എനിക്ക് ബഹുമാനമുണ്ടെന്ന് തോന്നാതെ, അല്ലാഹ് പാവപ്പെട്ട ഒരടിമയാണ് ഞാനെന്ന ബോധത്തോടെ നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങളെ മജ്ലിസിന് നീ ദുആക്ക് ഇജാബത്തുള്ള നീ പൊരുത്തപ്പെട്ട മജ്ലിസ് ആക്കണം റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനങ്ങളെല്ലാം നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. നിന്റെ കഅബ ശരീഫിന്റെ നിർമ്മാണം നടത്തുമ്പോ നിന്റെ ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം എന്ന് ദുആ ചെയ്തത് ഞങ്ങൾ കാണുന്നു. ഞങ്ങളുടെ അൽഖമറിന്റെ പ്രവർത്തനമാണെങ്കിലും ഞങ്ങളെ ഏത് സ്ഥാപനത്തിന്റെ പ്രവർത്തനമാണെങ്കിലും അതെല്ലാം ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുട്ടികളിൽ നിന്നും ഞങ്ങളെ ഉസ്താദുമാരുടെ പ്രവർത്തനങ്ങൾ, ഞങ്ങളെ ആദരണീയരായ ഉസ്താദുമാരിൽ നിന്നും ഞങ്ങളെ സഹപ്രവർത്തകരായ സംഘടനാ പ്രവർത്തകരിൽ നിന്നും ഞങ്ങളോട് സഹകരിച്ച എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളിൽ നിന്നും ഞങ്ങളെ അമലൊക്കെയും നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. നീ ഖബൂൽ ചെയ്യണം റഹ്മാനേ. ഞങ്ങളുടെ ദുആക്ക് ഇജാബത്ത് തരണം റഹ്മാനേ. എല്ലാവരും നമ്മെ ഈ അടുത്ത് വിട്ടു പിരിഞ്ഞു പോയ ഫളിൽ തങ്ങൾ,
അതുപോലെ പാനൂർ തങ്ങൾ, അടുത്ത് വിട്ടുപിരിഞ്ഞ കൊടുവള്ളി ഹുസൈൻ മുസ്ലിയാർ, നമ്മുടെ ഈ പരിസരത്ത് വിട്ടുപിരിഞ്ഞ UP അബൂബക്കർ മുസ്ലിയാർ, അങ്ങനെ തുടങ്ങി നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഒരുപാട് പണ്ഡിതന്മാരും സാദാത്തുക്കളും ആലിമീങ്ങളുമുണ്ട്. അതിന്റെ പുറമെ ഈ അടുത്ത് പ്ലെയിൻ അപകടത്തിൽ മരിച്ചുപോയവരുണ്ട്, പ്ലെയിൻ അപകടത്തിൽ മരിച്ചുപോയ മുഅ്മിനീങ്ങളുണ്ട്. അതുപോലെ പലരും മരിച്ചവരുണ്ട്. മാനോലത്ത് മുഹമ്മദ് ഹാജി നഗറാണ്, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കട്ടെ.